അടുത്ത അധ്യായം 18 സന്യാസ യോഗം. വീണ്ടും മോക്ഷ സന്യാസം ഈ അധ്യായത്തിന് എന്താ പറയാ, ഈ ഭഗവത്ഗീതയിലെ അവസാനത്തെ അധ്യായം. ഈ അധ്യായത്തിന് മുൻപായിട്ട് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് മൂന്ന് ദിവസത്തിന് മുൻപ് സ്വാമി ഈ സംശയം ഈ അധ്യായം കഴിഞ്ഞിട്ട് പറയാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അതില് ചോദ്യം ഇതാണ്: എന്താണ് സഞ്ചിത കർമ്മം, എന്താണ് ആഗാമി കർമ്മം, എന്താണ് പ്രാരബ്ധ കർമ്മം? ഇതൊന്ന്. അപ്പൊ സഞ്ചിതം എന്ന് പറഞ്ഞാൽ എന്താണ്, ആഗാമി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെക്കുറിച്ച് പറയാം. സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? തത്വബോധത്തിൽ ശങ്കരാചാര്യസ്വാമികളുടെ തത്വബോധത്തിൽ ശിഷ്യൻ ചോദിക്കുന്നു, സഞ്ചിത കർമ്മം കിം? ആ വേദാന്തത്തിന്റെ വെളിച്ചത്തിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്താണ് ഗുരു സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞാൽ? അപ്പൊ പറയുന്നു, അനന്തകോടി ജന്മനാം ബീജഭൂതം യത് കർമ്മജാതം പൂർവാർജിതം തിഷ്ഠതി തത് സഞ്ചിതം ജ്ഞേയം. എന്താണ്? അനന്തകോടി ജന്മാനാം, അനന്തകോടി ജന്മനാം, അനന്തകോടി ജന്മങ്ങളിലെ എത്രയോ ജന്മങ്ങളുണ്ട്. ജന്മനി അതില് പറയുന്നു, ബീജഭൂതം യത് കർമ്മജാതം, കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് തീരാത്ത, പൂർവാർജിതം മുൻപ് ശേഖരിച്ചിട്ടുള്ള യാതൊന്ന് തിഷ്ഠതി നിലനിൽക്കുന്നുവോ തത് സഞ്ചിതം ജ്ഞേയം, അതിനെയാണ് സഞ്ചിതം എന്ന് പറയുന്നത്. അപ്പൊ സ്വാമി ഈ പഴയ ജന്മം എങ്ങനെയാ പഴയ ജന്മത്തെക്കുറിച്ച് അറിയാം? പഴയ ജന്മത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂർ ഭാഗത്ത് എവിടെയോ പോയാൽ എന്തൊക്കെയോ പോലെ പരിശോധിച്ചു കഴിഞ്ഞാൽ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? അറിയോ? ഇല്ല, അങ്ങനെ ഉണ്ട്. നീ എവിടെയാന്ന് ചോദിക്കരുത് സ്വാമിയോട്. അല്ല, ആളുകൾ പറയണു അങ്ങനെ. നാഡീ ജ്യോതി അതെന്നെ, അങ്ങനെ പല ജ്യോതിഷമൊക്കെ ഉണ്ട് അത്ര. സ്വാമിക്ക് ഈ വക കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ പഠിക്കുന്നത് ശാസ്ത്രമാണ്, പഠിച്ചതും. പഠിക്കാത്തത് ഇപ്പം നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ വല്ല നമ്മുടെ പൂർവികന്മാരിൽ പലർക്കും ശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി, തികച്ചും ഭിന്നമായി അപാരമായിട്ടുള്ള കഴിവുകളും സിദ്ധികളും ഒക്കെ ഉള്ള ആളുകളുണ്ട്. അതൊന്നും എല്ലാം ശാസ്ത്രത്തിൽ വരണമെന്നില്ല. ഇപ്പൊ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അയാളുടെ ബയോഡാറ്റ മുഴുവൻ, അയാൾ വന്ന വഴി എല്ലാം പറയാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവാം. അതിനൊന്നും നമ്മൾ നിഷേധിക്കുക ഒന്നും പറയുന്നില്ല. അപ്പൊ ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, അയ്യോ സ്വാമി എന്റെ എല്ലാ കാര്യവും പറഞ്ഞു, 5ാം ക്ലാസ്സിൽ ഞാൻ പൊട്ടക്കിണറ്റിൽ വീണ കാര്യം വരെ അയാൾ പറഞ്ഞു. അതെങ്ങനെ അയാൾ അറിഞ്ഞു? നിങ്ങൾ വീണോ? ഒരുവിധം എല്ലാവരും വീഴുന്നു പറയാം. അതെ, എന്റെ പിറകിൽ നായ ഓടി വന്നപ്പോ ഞാൻ വീണത് അയാൾ കൃത്യമായിട്ട് പറഞ്ഞു. എനിക്ക് തീപ്പെട്ടത്, തീ പൊള്ളിയത് പറഞ്ഞു, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ പറയും, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കും. ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചൊന്നും സ്വാമിക്ക് അറിയില്ല. ഇത് ശ്രദ്ധിക്കൂ. അപ്പൊ ഭഗവാൻ 4ാം അധ്യായത്തില് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് വേറൊരു പ്രകാരത്തില്. അർജുന, എനിക്കും നിനക്കും ഒരുപാട് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആവണേ ഈ ഒരു ക്ലാസ്സിൽ. എനിക്കും നിനക്കും ഒരുപാട് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനെല്ലാം അറിയുന്നു, നീ അറിയുന്നില്ല. ഞാനതൊക്കെ അറിയാം, എനിക്കറിയാം അതെല്ലാം, പക്ഷെ നിനക്ക് അറിയില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ ജന്മത്തെയും കർമ്മത്തെയും നീ താത്വികമായി അറിയണം എന്നൊക്കെ ഭഗവാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം തത്വവിചാരത്തിന് വിധേയമാക്കുന്ന സമയത്ത് ഭഗവാൻ എന്ന് പറയുന്നത് ബോധം തന്നെയാണ്. ബോധം. ഏതൊരു ബോധം കൊണ്ടാണോ സിദ്ധാർത്ഥ രാജകുമാരൻ ബോധോദയത്തിനായി ശ്രമിച്ചത്, അതേ ബോധം തന്നെയാണ്, അതേ ബോധം കൊണ്ട് തന്നെയാണ് 108 ദിവസത്തെ ഗീതാജ്ഞാന യജ്ഞത്തിന് നിങ്ങൾ വന്നിരിക്കുന്നത്. ക്ലിയർ ആവണം അത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? സനാതനം എന്ന് പറയുന്നത്. അതിനിങ്ങനെ കൊല്ലങ്ങളുടെ പഴക്കമൊന്നുമില്ല. അത് നിത്യമാണ്. അവിടെ നിന്നിട്ടാണ് നമ്മൾ അന്വേഷിക്കുന്നതും ചോദിക്കുന്നതും എല്ലാം. അപ്പൊ ബോധമെല്ലാം അറിയുന്നു. അർജുനൻ മനസ്സിന്റെ പ്രതീകമാണ്. മനസ്സറിയുന്നില്ല. മനസ്സറിയുന്നത് ജാഗ്രത അവസ്ഥയിലുള്ള കാര്യങ്ങളൊക്കെയാണ്.
മനസ്സിന് ജന്മത്തിന്റെ മനസ്സിന് 3 വയസ്സുള്ള കാര്യം 2 വയസ്സുള്ള കാര്യമൊന്നും ചിലപ്പോൾ മനസ്സിന് അറിയില്ല. ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം മിനിഞ്ഞാന്ന് രാവിലെ എന്താ കഴിച്ചതെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല, ഓർമ്മയുണ്ടാവില്ല. ദിവസം ഉപ്മാവ് കഴിക്കുന്നവർക്ക് അത് ഓർമ്മയുണ്ടാവും. മിനിഞ്ഞാന്നും അത് തന്നെ. അതല്ലാതെ ദിവസം മാറി മാറി കഴിക്കുന്നവരെ സംബന്ധിച്ച് ചിലപ്പം 4 ദിവസം മുൻപ് രാവിലെ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മറവി ഉണ്ടാവും. ആ മറവിയല്ല, ഓർത്തു വെക്കുന്നില്ല എന്ന് പറയാം. അപ്പൊ മനസ്സിന് ശേഖരിച്ചു വെക്കാൻ സാധിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ജാഗ്രത അവസ്ഥയിൽ ഇന്ദ്രിയങ്ങളുടെ സഹായത്താല് മനസ്സ് ചിലതൊക്കെ കാണുന്നു. ആകാശത്തിന്റെ നിറം നീലയാണെന്നൊക്കെ മനസ്സ് സങ്കല്പിക്കുന്നതാണ്. അത് സത്യമാണോ എന്ന് ചോദിച്ചാൽ അതും സത്യമല്ല. മനസ്സങ്ങനെ പലതും കാണും. അതിന് പരിമിതിയുണ്ട്. അപ്പൊ നിനക്ക് പരിമിതിയുണ്ട്. പക്ഷേ നിന്റെ അഭാവത്തില് ഞാൻ കാണുന്നു, ഞാൻ എല്ലാം അറിയുന്നു എന്ന് പറയുമ്പം നീ നിദ്രയിൽ നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ നിന്റെ നിദ്രയെയും കാണുന്നു, ഞാൻ സുഷുപ്തിയെ കാണുന്നു, ഞാൻ ജാഗ്രതിനെ കാണുന്നു, ഞാൻ സ്വപ്നത്തെയും കാണുന്നു എന്ന് പറയുമ്പോൾ ഭഗവാൻ ശുദ്ധ ബോധസ്വരൂപനാണ്. അപ്പൊ ബോധസ്വരൂപം, ആ ബോധത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ജനിമൃതികളില്ല. ഇവിടെ പറയുന്ന സഞ്ചിത കർമ്മം, ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ പറയണു, എന്താ പറയുന്നത്? അനന്തകോടി ജന്മാനാം ബീജഭൂതം. ഇതിൽ നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ കയ്യിലും കാതിലും ഒക്കെ കിടക്കുന്ന സ്വർണം ഒരുപാട് പേരുടെ കഴുത്തിലും കാതിലും കയ്യിലും വിരലിലും ഒക്കെ നടന്നിറങ്ങിയിട്ടുള്ളതാവാം. ചിലപ്പം പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളോട് പറയും ശുദ്ധമായിട്ടുള്ള സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവന്നാന്ന് പറയും, കുഴിച്ച് ഇങ്ങോട്ട് എടുത്താന്ന് പറയും. അതിന് പല വഴികളുണ്ട്, വന്ന വഴികൾ ഒരുപാട് വഴികളുണ്ട് എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ അനന്തകോടി ജന്മം തന്നെയാ. ജന്മനി ജന്മനി ജന്മനി. അപ്പൊ ഇതിൽ പലതും ഇങ്ങനെ എണ്ണിക്കൊള്ളണം. എന്നിട്ടോ അതിൽ യത് കർമ്മജാതം പൂർവാർജിതം. അപ്പൊ ഈ കർമ്മങ്ങളിലൊക്കെ എല്ലാ കർമ്മങ്ങളോടും നമ്മൾ പ്രതികരിക്കുന്നുണ്ട്. സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ടതാ. ഈ പ്രതികരണം പല വട്ടം പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാ, എന്നാലും മനസ്സിലാവുന്നില്ല. ഈ പ്രതികരണം സ്വാമിയുടെ യജ്ഞത്തോട് നിങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. ചില ദിവസത്തോട്, ചില തമാശകളോട് നിങ്ങളുടെ പ്രതികരണം, ചില തമാശകളോടുള്ള പ്രതികരണം ഇല്ലായ്മ, ചിലതിനോടുള്ള അധിക പ്രതികരണം, അങ്ങനെ പലതും ഉണ്ടല്ലോ. ചില ആശയങ്ങളോടുള്ള പ്രതികരണം, ഓരോരുത്തരോടും നിങ്ങൾ പ്രതികരിക്കുന്നു. ഈ ഹോളിനോട് പ്രതികരിക്കുന്നു. നിരന്തരം നാം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രതികരണം നമ്മുടെ ഉള്ളിൽ അനുകൂലവും പ്രതികൂലവുമാണ്. നമ്മൾ അങ്ങനെയാ പ്രതികരിക്കുന്നത്, അല്ലേ? നമുക്ക് ഈ യജ്ഞശാലയിൽ വന്ന മുൻപിലിരിക്കണം, ഇത് നമ്മുടെ ഒരു പ്രതികരണമാണ്. ശ്രദ്ധിക്കും. ഏറ്റവും പിറകിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അയ്യ അത് ശരിയായില്ല, ഇങ്ങനെ ആകെ കൂടെ ഒരു വല്ലാത്തൊരു, ഇന്ന് സുഖമായില്ല. എന്താ കാരണം? ഇന്ന് കസേര മാറിപ്പോയി. എന്താണ്? നമ്മൾ മുൻപ് ആർജിച്ചതാണ്. നമ്മുടെ ഉള്ളിൽ ഒരു സംസ്കാരം ഉണ്ടായിക്കഴിഞ്ഞു. എന്താ സംസ്കാരം? വന്നാൽ എവിടെ ഇരിക്കണം എന്നുള്ളത്. സ്വാമി ഇതൊന്നും മോശമാണെന്നല്ലേ പറയുന്നത്. നിങ്ങൾ അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വായിച്ചാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നിങ്ങളെ തന്നെ സ്വാമിക്കറിയാം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഓരോരുത്തർ എവിടെയായിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റാണ്. അങ്ങനെ പോകും പറയാം ആരെവിടെ ഇരിക്കുക, എല്ലാവരും സെറ്റിൽഡായി. പക്ഷെ അപ്പോഴേക്കും കഴിയാണ് സ്വാമി, അല്ലേ? ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ചിലരെ സംബന്ധിച്ച്, ചിലർ വീട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് വരുന്ന വഴി, പല വഴികളുണ്ടാവാം. ചിലർ എളുപ്പ വഴി ഉണ്ടെങ്കിലും ആ വഴിയിൽ പോവില്ല. അയാൾ ആദ്യമായിട്ട് വീട് മേടിക്കുന്ന സമയത്ത് ബ്രോക്കർ കാണിച്ചു കൊടുത്ത വഴിയുണ്ട്, ആ വഴിയിലേ അയാൾ പോകും. അപ്പോ അല്ലെ എന്താ ഇത് വളരെ എളുപ്പം, അത് ശരിയില്ല എന്നേ, ഇതാണ് ഏറ്റവും നല്ലത്. ഇത് അയാൾ അങ്ങോട്ട് സ്ഥാപിക്കും. ഇത് ഈ മനസ്സിനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എനിക്ക് കുട്ടികൾ പറയും, അച്ഛാ ഇത് അച്ഛാ വളരെ എളുപ്പം, ആ വഴിക്ക് പോകരുത്, ഇത് വഴി. അപ്പൊ അയാൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു കണ്ടെത്തലും, അയാൾ ആ വഴിയിൽ പോയി അതിലങ്ങനെ സ്ഥിരമായി.
വീട്ടിൽ നമ്മൾ ഇരിക്കുന്ന ഒരു കസേര ഉണ്ടല്ലോ അല്ലേ, സ്ഥിരമായിട്ട്. എല്ലാം നമ്മൾ ഇങ്ങനെ എങ്ങനെയാണ് അത് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രതികരണമാണ്. ഇത് നമ്മുടെ ഉള്ളില് ഈ അനുകൂല പ്രതികൂല പ്രതികരണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമുക്ക് തീരുന്നില്ല. ഇതിനെ നമുക്ക് എന്ത് വേണം? ഇതിങ്ങനെ കൊണ്ടുപോവുക. അങ്ങനെ പറയണു, പൂർവാർജിതം തിഷ്ഠതി തത് സഞ്ചിതം ജ്ഞേയം. അതിനെ അത് സഞ്ചിയിലിട്ട് വെച്ചതുപോലെ കരുതിക്കോളാനാ. അപ്പൊ സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞാൽ ഇതാണ്. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ എന്താ? സഞ്ചിതം എന്ന് പറഞ്ഞാൽ അത് ബീജങ്ങളായിട്ട് കരുതിക്കൊള്ളാം, വിത്തുകളായിട്ട്. പ്രാരബ്ധം കിം പറയണം. ഇതം ശരീരം ഉത്പാദ്യ ഇഹ ലോകേ ഏവം സുഖ ദുഃഖാദിപ്രദം യത് കർമ്മ തത് പ്രാരബ്ധം ഭോഗേന നഷ്ടം ഭവതി പ്രാരബ്ധകർമ്മണാം ഭോഗാത് ഇവ ക്ഷയ ഇതി പറയുന്നു. ഇതം ശരീരം ഉത്പാദ്യ, ഇതം ശരീരം, ഈ ശരീരം ആവിർഭവിച്ചതിന് ശേഷം, ഈ ശരീരം ഉണ്ടായതിനു ശേഷം, ജന്മം എടുത്തതിന് ശേഷം എന്തൊക്കെയാണ്? സുഖം ദുഃഖം. ഈ സുഖ ദുഃഖാദിപ്രദം, ഈ രണ്ട് ദ്വന്ദ്വങ്ങള്, വിപരീത ഭാവങ്ങള് നൽകുന്ന കർമ്മങ്ങളുണ്ട്. തത് പ്രാരബ്ധം, അതാണ് പ്രാരബ്ധം. അതുകൊണ്ട് നമ്മൾ പറയും ഇതെന്റെ പ്രാരബ്ധം. നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് എന്റെ പ്രാരബ്ധം. അല്ലാതെ എത്ര നല്ല ആലോചന വന്നതാ അല്ലേ? പറയാറില്ലേ? എനിക്കിങ്ങനെ വരേണ്ട ഒരു കാര്യമില്ല ഞാൻ നോക്കിയിട്ട്. പക്ഷെ എന്താ ചെയ്യുക? ഇതെന്റെ തലയിലെഴുത്ത്, ഇത് തലയിലെഴുത്ത് എന്നും നമ്മൾ പറയാറുണ്ട്. അല്ല സ്വാമി, അപ്പൊ അതിലെ രക്ഷയൊന്നുമില്ലേ? രക്ഷയൊക്കെ പറഞ്ഞുതരാം. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. രക്ഷയെക്കുറിച്ച് നമുക്ക് പിന്നീട് ആലോചിക്കാം. സംഗതികളെ അടുക്കും ചിട്ടയോടും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പൊ ഈ ശരീരം ജന്മമെടുത്തതിന് ശേഷം സുഖം ദുഃഖം ഇത്യാദികളെ കൊണ്ടൊക്കെ ഏതൊരു കർമ്മമാണോ നാം ഈ പ്രപഞ്ചത്തില് അത് ഫലവത്തായിത്തീരുന്നത്, അത് പ്രാരബ്ധമാണ്. പ്രകർഷേണ ആരബ്ധം, നന്നായി ആരംഭിച്ചത്. പ്രാരബ്ധം എന്ന് പറയുന്നത് അതാണ്, നന്നായി ആരംഭിച്ചത്. അതിനെക്കുറിച്ച് ഇവിടെ എന്താ പറയുന്നത്? ഭോഗേന നഷ്ടം ഭവതി, അത് അനുഭവിക്കുക തന്നെ വേണം. മൂപ്പരെ അനുഭവിച്ചേ മതിയാവും. അനുഭവിച്ച് തന്നെ നഷ്ടം ഭവതി, തീർക്കണം. പ്രാരബ്ധ കർമ്മണാം ഭോഗാത് ഇവ ക്ഷയ ഭവതി. ഇവിടെ പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ച് തന്നെ തീരണം. അനുഭവിക്കുമ്പോഴേ അതിനെന്തുള്ളൂ? നാശമുള്ളൂ. ഇപ്പൊ പ്രാരബ്ധ കർമ്മത്തിന് നാശം അനുഭവമാണ്. ആ ജീവൻ അതത് അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ക്ലിയർ? ശരി. സഞ്ചിത കർമ്മ എന്താണ്? സഞ്ചിത കർമ്മ ബ്രഹ്മൈവാഹം ഇതി നിശ്ചയാത്മക ജ്ഞാനേന നശ്യതി. സഞ്ചിത കർമ്മം എങ്ങനെയാ നശിക്കുന്നത്? സഞ്ചിത കർമ്മവും പ്രാരബ്ധ കർമ്മവും. ഇനി അതിൽ ആഗാമിയുണ്ട്. ആഗാമിയെ പറയാം. അതെ, ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അത് തത്വബോധമാണ് സ്വാമി എടുക്കുന്നത്. തത്വബോധത്തിൽ ഇങ്ങനെ ഒരു ക്രമത്തിൽ പറയണം. സഞ്ചിത കർമ്മ ബ്രഹ്മൈവാഹം ഇതി നിശ്ചയാത്മക ജ്ഞാനേന നശ്യതി. പറയണം എന്നില്ല തോന്നുന്നുണ്ട്. എന്താണ്? അഹം ബ്രഹ്മ ഏവ ഇതി നിശ്ചയാത്മക ജ്ഞാനേന, ഉറപ്പുറ്റ ബുദ്ധിയിൽ എന്ത് നശിക്കുന്നു? ഈ സഞ്ചിത കർമ്മം നശിക്കുന്നു. ആഗാമിയെക്കുറിച്ച് പറയുന്നു. ആഗാമി കർമ്മ അഭിജ്ഞാനേന നശ്യതി കിഞ്ചിത് ആഗാമി കർമ്മണാം നളിനീദളഗത ജലവത് ജ്ഞാനിനാം സംബന്ധ നാസ്തി. പറയുന്നു, ജ്ഞാനോത്പത്തി അനന്തരം ജ്ഞാനി ദേഹകൃതം പുണ്യപാപരൂപം കർമ്മം യദസ്തി തദാഗാമി ഇതി അഭിധീയതേ. എന്താണ്? ജ്ഞാനോത്പത്തിക്ക് ശേഷം, ജ്ഞാനോത്പത്തി അനന്തരം, ജ്ഞാനപ്രാപ്തിക്ക് ശേഷം ജ്ഞാനി ദേഹകൃതം പുണ്യപാപരൂപം, ഈ ജ്ഞാനിയുടെ ദേഹം എന്തൊക്കെ പുണ്യപാപ കർമ്മങ്ങൾ, അത് രണ്ട് കർമ്മങ്ങളും ഉണ്ടാകാം. അങ്ങനെയുള്ള കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയാണ്
കർമ്മ യദസ്തി, ഏതൊരു കർമ്മം നിലനിൽക്കുന്നുവോ തത് ആഗാമി ഇതി അഭിധീയതേ. ഈ കർമ്മത്തെയാണ് ആഗാമി എന്ന് പറയുന്നത്. ഇത് ആഗാമി എന്ന് പറഞ്ഞാൽ വന്നു ചേരുന്നത് എന്നാ. ഒരു സാധാരണ ആളെ സംബന്ധിച്ച് ദേഹം എടുത്തതിന് ശേഷം, പ്രാരബ്ധം എടുത്തതിന് ശേഷം അയാൾ ജ്ഞാനിയാവട്ടെ അജ്ഞാനിയാവട്ടെ, അയാൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുവോ ആ കർമ്മത്തിൽ കൂടെ വന്നു ചേരുന്നത്. ഇനി ഇതിന്റെ നാശത്തെക്കുറിച്ചാണ് പറയുന്നത്. സഞ്ചിതത്തിന്റെയും ആഗാമിയുടെയും പ്രാരബ്ധത്തിന്റെയും. എന്താണ്? അപ്പൊ എങ്ങനെയാണ് പ്രാരബ്ധ കർമ്മത്തിന് നാശമുണ്ടോ? പ്രാരബ്ധ കർമ്മത്തിന് നാശമില്ല. എങ്ങനെയാ നാശം? അനുഭവിക്കുന്നതിലൂടെ മാത്രമേ നാശമുള്ളൂ. പിന്നെ ഏതിനെ നശിപ്പിക്കാൻ പറ്റുക? സഞ്ചിതത്തെയും ആഗാമിയെയും. വിത്തിനെ നശിപ്പിക്കാന്ന് പറയാം, വൃക്ഷത്തെ നശിപ്പിക്കാൻ പറ്റില്ല. അതങ്ങോട്ട് നശിക്കണം. അതെങ്ങനെയാ? സഞ്ചിത കർമ്മ ബ്രഹ്മൈവാഹം ഇത് നിശ്ചയമാർന്ന ബുദ്ധിയോടുകൂടി നിശ്ചയാത്മക ജ്ഞാനേന നശ്യതി. ആഗാമി കർമ്മ അഭിജ്ഞാനേന നശ്യതി കിഞ്ചിത് ആഗാമി കർമ്മണാം നളിനീദളഗത ജലവത് ജ്ഞാനിനാം സംബന്ധ നാസ്തി. അയ്യോ സ്വാമിയെ, അപ്പോഴേ ഈ പ്രാരബ്ധം എന്നുള്ളത് അനുഭവിച്ചു തന്നെ തീരണം. ജ്ഞാനി എങ്ങനെ അനുഭവിക്കുന്നു? അതിനെക്കുറിച്ച് ശങ്കരാചാര്യ സ്വാമികളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്നാണെങ്കിൽ, ആഗാമി കർമ്മങ്ങളും ജ്ഞാനേന നശ്യതി, ജ്ഞാനം കൊണ്ട് നശിക്കുന്നു. കിഞ്ചിത് ആഗാമി കർമ്മണാം, വന്നു ചേരുന്ന ആഗാമി കർമ്മങ്ങളില് നളിനീദളഗത ജലവത് ജ്ഞാനിനാം സംബന്ധ നാസ്തി. എങ്ങനെയാണോ താമര ഇതളില് വെള്ളത്തുള്ളി ഇരിക്കുന്നത്, ഇതുപോലെ ജ്ഞാനിയെ അത് ബാധിക്കുന്നില്ല എന്ന് പറയാം. എങ്ങനെയാണോ ജലത്തിന് താമര ഇതളിനെ കുതിർക്കാൻ പറ്റാത്തത്, നനയ്ക്കാൻ പറ്റാത്തത്, അതുപോലെ അത് ചെയ്യുന്നു. ഇനി എവിടെയാണ് ജ്ഞാനികളുടെ കർമ്മങ്ങളും കർമ്മഫലങ്ങളും ഒക്കെ എത്തിച്ചേരുന്നത്? അതും ഉണ്ടാവുമല്ലോ. കർമ്മത്തിനൊക്കെ ഫലമുണ്ടല്ലോ. അതിനെക്കുറിച്ച് ആചാര്യസ്വാമികൾ വളരെ ശ്രദ്ധയോടുകൂടി പറയുന്നതാ. കിഞ്ചിത് യേ ജ്ഞാനിനാം സ്തുവന്തി ഭജന്തി അർച്ചയന്തി താൻ പ്രതിജ്ഞാനി ദേഹകൃതം ആഗാമി പുണ്യം ഗച്ഛതി. അറിയണോ, ആരാണ് ജ്ഞാനിയെ സ്തുതിക്കുന്നത്? സ്തുതിക്കുക എന്ന് പറഞ്ഞാല് ഈ മഹാത്മാക്കളെ സ്തുതിക്കുക എന്ന് പറയുന്നത് മഹത് വചനങ്ങൾ അധ്യയനം ചെയ്യുക, ഇതൊക്കെയാണ്. ഇപ്പൊ രാമകൃഷ്ണദേവനെ സ്തുതിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ജയ് ശ്രീരാമകൃഷ്ണ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. വചനാമൃതം വായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുക, കേൾക്കുക, ഇതൊക്കെ ചെയ്യുന്നത് സ്തുതിക്കലാണ്, അല്ലാതെ വെറുതെ ജയ് വിളിക്കലല്ല. അതാരാണ് ചെയ്യുന്നത്? അവർക്ക് ജ്ഞാനി ചെയ്യുന്ന കർമ്മങ്ങളുടെ പുണ്യം കിട്ടുന്ന. എങ്ങനെയാ ജ്ഞാനി ചെയ്യുന്ന കർമ്മങ്ങളുടെ പുണ്യം കിട്ടുക? അവരെന്താണോ ചെയ്യുന്നത് അതിന്റെ ഫലം കിട്ടും. എന്താണ്? ശാന്തി, സമാധാനം. അതല്ലാന്നുണ്ടെങ്കിലോ, ഏ ജ്ഞാനിനാം നിന്ദതി ദ്വിഷന്തി ദുഃഖപ്രധാനാം കുർവന്തി താൻ പ്രതി ജ്ഞാനികൃതം സർവം ആഗാമി ക്രിയമാണം യത് അവാച്യം കർമ്മ പാപാത്മകം തത് ഗച്ഛതി. ഈ ജ്ഞാനികളെ നിന്ദിക്കുകയും ദ്വേഷിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് അവര് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്ക് അബദ്ധവശാൽ എന്തെങ്കിലുമൊക്കെ പറ്റുന്നതിന്റെ ദുഃഖം മുഴുവൻ ഇവർക്കാണ് കിട്ടുന്നത്. അതുപോലെ അവർക്കില്ല എന്ന് പറയാം. അതുകൊണ്ട് തഥാച്ച ആത്മവിത് സംസാരം തീർത്തു ബ്രഹ്മാനന്ദം ഇഹ ഇവ പ്രാപ്നോതി. അങ്ങനെ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു അവർ. ആര്? ജ്ഞാനികൾ എന്ന് പറഞ്ഞ് ഇവിടെ ആചാര്യസ്വാമികൾ തത്വബോധത്തെ പ്രകരണത്തെ അവസാനിപ്പിക്കുന്നതാ. അപ്പൊ സഞ്ചിതം, ആഗാമി, പ്രാരബ്ധം, 3 കർമ്മങ്ങളെ മനസ്സിലാക്കുക. അതിനാണ് സ്വാമി തത്വബോധം എടുത്തു പറഞ്ഞത്. തത്വബോധം അതിന്റെ വേദാന്തത്തിന്റെ അതിനെ കാച്ചി കുറുക്കി പറഞ്ഞിരിക്കുന്നതാ. ഇതിലാ സംശയം തീരണം. ഇനി 18-ാം അധ്യായത്തില് ഭഗവാൻ 1-ാം അധ്യായം മുതൽ അർജുനൻ എന്തൊക്കെ ചോദിച്ചുവോ അത് മുതലുള്ള കാര്യങ്ങളെ മുഴുവൻ വീണ്ടും ഈ അധ്യായം, ഭഗവത്ഗീതയിലെ വലിയൊരു അധ്യായമാണ്, ഈ അധ്യായത്തില് സംഗ്രഹിച്ച് വീണ്ടും അവതരിപ്പിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇതൊരു റിവിഷനും കൂടെയാണ്. 1-2 സംശയങ്ങളുണ്ട്. ചില സംശയങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് വിഷമമുണ്ടാവും. സ്വാമിക്ക് വേറെ പണിയൊന്നുമില്ല ഇതൊക്കെ വായിക്കാൻ. എന്നാലും കാരണം ഇത് തന്നെ ഇനി ആവർത്തിക്കുന്നു പറയും ഈ സംശയങ്ങളൊക്കെ പറഞ്ഞാൽ. ഞാൻ എന്നും ഓം നമഃശിവായ ജപിക്കുന്ന ആളാണ്, നല്ലതാണ്. ഒരു സുഹൃത്ത് പറയേണ്ടായ ഒരു ഹൈന്ദവ ഗ്രന്ഥത്തിൽ ഓം നമഃശിവായ എന്നല്ല, ഓം ഹ്രീം നമഃശിവായ എന്നാണ്.
ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ? നിങ്ങളിങ്ങനെ അപ്പൊ ഈ ഹ്രീം ശരിക്കും എങ്ങനെയാ ജപിക്കേണ്ടത്? സ്വാമിക്ക് ഈ സങ്കീർണമായിട്ടുള്ള നാമങ്ങളൊന്നും അത്ര, അതായത് ഹ്ലീം ഹ്ലൈം ഹ്ലൂം അങ്ങനെയൊക്കെ ഉണ്ട്, പരിഹസിക്കല്ല, അങ്ങനെ ബീജമന്ത്രങ്ങൾ എന്ന് പറയും. പക്ഷെ വളരെ ലളിതമായി ഓം നമഃശിവായ. ഇപ്പൊ ഓം നമഃശിവായ ജപിച്ചു കഴിഞ്ഞാൽ മുടിഞ്ഞു പോകുന്ന ഒരു പുസ്തകത്തിലുണ്ട് എന്ന് പറയും. അപ്പൊ അതിനെന്താ ഇപ്പൊ പുസ്തകത്തിൽ വന്നുകൊണ്ട് അത് എത്ര ശരിയാണ് എന്നൊക്കെയാണ്. എന്താ അവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ രാമകൃഷ്ണദേവനോട് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഗീത വായിച്ച തലതിരിയെന്ന് പറഞ്ഞല്ലോ ഗുരുദേവ, അത് ശരിയാണോ? അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു, അതെ തലതിരിയെന്ന് പറയാം, പുറത്തേക്കുള്ള തല അകത്തേക്കാവും, അന്തരാത്മാവിനെ കാണാനുള്ള ഒരു ശ്രമം ഉണ്ടാവും എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഓം നമഃശിവായ എന്ന് ജപിക്കുന്ന ആളാണെങ്കിൽ സുഹൃത്തുക്കൾ ഇങ്ങനെ പലതും പറയും. നിങ്ങൾക്ക് ആദ്യം ഈ നാമവുമായിട്ട് വല്ല ബന്ധമുണ്ടോന്നാ? ഇത് ഈ സുഹൃത്ത് പറയുന്നതും മറ്റവർ പറയുന്നതിനും അനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒന്നല്ല നാമം. നിങ്ങൾക്ക് ആദ്യം അതിൽ ശ്രദ്ധ വേണം. ഭാഗവതത്തില് നാരദൻ ധ്രുവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഓം നമോ ഭഗവതേ വാസുദേവായ. അതൊരു സാക്ഷാൽ നാരദൻ തന്നെ ഉപദേശിച്ചതായിട്ട് നമുക്ക് അങ്ങോട്ട് സ്വീകരിക്കാം. എന്നിട്ട് അതുമായിട്ട് പോയി ഓരോരുത്ത് പോയി ഇരുന്ന് ജപിക്കാം. അതേപോലെ എപ്പോഴൊക്കെ എന്നാണ് ഇപ്പൊ സ്വാമി സന്ദർഭത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ജപം കുക്കറിൽ പരിപ്പ് വെച്ച് അതിന്റെ ഇതും സ്വാമി പറയുന്നത്, നിങ്ങൾക്ക് പരിപ്പ് വെച്ചിട്ട് മന്ത്രജപം ആയിക്കോളൂ, നിങ്ങൾക്ക് എത്ര ശ്രദ്ധയുണ്ട് എന്നുള്ളതാ. നിങ്ങൾ ആ സമയം അതിനുവേണ്ടി മാറ്റിവെക്കുന്നു അതോ യാന്ത്രികമായി ചെയ്യുന്നു എന്നാ? യാന്ത്രികമാവരുത് എന്ന് പറയാം. ആ നാമവും നാമിയും ഒക്കെ ആയിട്ടൊരു ബന്ധമുണ്ട് എന്ന് പറയാം. അതുകൊണ്ടാണ് ഇന്നലെ പരയും പശ്യന്തിയും മധ്യമയും വൈഖരിയും ഒക്കെ പറഞ്ഞത്. അത് ഇഴുകിച്ചേരണം. ഇഴുകിച്ചേർന്നു കഴിഞ്ഞാൽ ഏത് സുഹൃത്തുക്കൾ എന്ത് പറഞ്ഞാലും അതൊന്നും നമ്മെ സ്വാധീനിക്കാൻ പോകുന്നതാവില്ല. ഓം നമഃശിവായ മാത്രം മതി. ഇനി നിങ്ങൾ മറ്റുള്ളതൊക്കെ വിട്ടേക്കും, നാമാവലി വിട്ടോളൂ. അങ്ങനെ പുതിയതായിട്ട് നാമം സ്വീകരിക്കാത്തവർ അവര് ഓം എന്ന് മാത്രം പറഞ്ഞോളൂ. ഭഗവാൻ അതാണല്ലോ ഇതിൽ ഉപദേശിച്ചിട്ടുള്ളത്. പിന്നെ അർജുനന് ഭഗവാൻ കുരുക്ഷേത്ര ഭൂമിയിൽ വിശ്വരൂപ ദർശനം കാണിച്ചു, അതുപോലെ കൗരവ സഭയിൽ കാണിച്ചു, അതുപോലെ ഭഗവാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതൊക്കെ ഓരോരുത്തർ കാണുന്നതിന്റെ വ്യത്യാസം ഉണ്ടാവും. അർജുനൻ 11-ാം അധ്യായം അർജുനന്റെ അധ്യായമാണ്. ശരിക്കും പറഞ്ഞാൽ അർജുനൻ കാണുകയാണ് ഭഗവാനെ വളരെ വിസ്തരിച്ച്. ലോകത്തിന്റെ മുഴുവൻ കാഴ്ച അവിടെ കാണുന്നുണ്ട്. അത്തരത്തിലൊരു കാഴ്ച കുരുക്ഷേത്ര അമ്മ കാണുന്നില്ല. അതുപോലെ കൗരവ സഭയിലും അത് കാണുന്നില്ല എന്ന് പറയാം. ഇനി അതിൽ തന്നെ നിങ്ങൾ പലപ്പോഴും ഈ വിശ്വരൂപ ദർശനം പൂർണ്ണമല്ല എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. നമ്മൾ ഈ വിശ്വത്തെ അർജുനൻ കാണുകയാണ്. അത് പൂർണ്ണമായിട്ട് തന്നെ, അതിന് ഒരു ഭാഗികമായിട്ടൊന്നുമില്ല, എല്ലാം കാണുന്നു. അപ്പൊ ഒന്നുകൂടെ എടുത്ത് വായിച്ചു നോക്കൂ. കേട്ടതൊക്കെ ഒന്നുകൂടെ മനനം ചെയ്യാൻ തയ്യാറാവും. അപ്പൊ ശ്രദ്ധിക്കുക, ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതിൽ നല്ല ശ്രദ്ധ ഉണ്ടാവട്ടെ. ഏതാണ്? തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യകാര്യ വ്യവസ്ഥിതവും. സുഹൃത്തിന്റെ വാക്കോ വല്ല കിതാബിൽ അടിച്ചു വെച്ചിരിക്കുന്നതോ ഒന്നും ആവരുത്. നിന്റെ ചെയ്തികൾക്കെല്ലാം ശാസ്ത്രം പ്രമാണമായിരിക്കട്ടെ. സ്വാമി പറഞ്ഞു, നമ്മുടെ എല്ലാറ്റിനും എല്ലാ ചെയ്തികൾക്കും പ്രമാണമായിട്ട് നമ്മുടെ ശാസ്ത്രം അത് സമ്പൂർണമാണ്, സമ്പന്നമാണ്. നമ്മുടെ എല്ലാ വഴികളിലും ദീപസ്തംഭമായി അത് നിലകൊള്ളുന്നു. നമ്മൾ അങ്ങോട്ട് നോക്കുന്നില്ല എന്നുള്ള ഒരൊറ്റ പരാതി മാത്രമേ ഉള്ളൂ. ഏത് കാര്യത്തിനും നിങ്ങൾ വീട്ടിൽ സ്വാമി അതിനെ അത്ര അങ്ങോട്ട് വിസ്തരിച്ചിട്ടില്ല, പക്ഷെ അത്ര വിസ്തരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളും കുറെയൊക്കെ അന്വേഷിച്ച് പോകേണ്ടവരാണ്.
എന്തോ ഒരു കിണർ കുഴിക്കണമെങ്കിൽ അതെവിടെയാണ് അതിന്റെ സ്ഥാനം? നിങ്ങൾ അടുപ്പ് വയ്ക്കണമെങ്കിൽ, നിങ്ങൾ വൃക്ഷം നടുന്നുവെങ്കിൽ വൃക്ഷം എവിടെ നടണം? ഏത് തരത്തിലുള്ള വൃക്ഷം നടണം? ഏതിനെയാണ് വീടിന്റെ പരിസരത്ത് നടേണ്ടത്? ഏതാണ്? വീടിന്റെ ജനാല എവിടെ വേണം? വാതിൽ എവിടെ വേണം? അടുക്കള എവിടെ വേണം? അതിന്റെ ശൗചാലയം എവിടെ വേണം? എല്ലാ നിർദ്ദേശങ്ങളും നമ്മുടെ ശാസ്ത്രത്തിലുണ്ട്. അതുകൊണ്ട് എല്ലാറ്റിനും പ്രമാണമാവട്ടെ, എല്ലാറ്റിനും ശാസ്ത്രം പ്രമാണമാവട്ടെ എന്ന് പറയുമ്പം ഇന്നലെയോ മിനിഞ്ഞാന്നോ പറഞ്ഞു, നമുക്ക് ആകെ അറിയുന്ന ശാസ്ത്രം എന്താണ്? ഊണ് 2 പ്രാവശ്യം കഴിക്കണം എന്നുള്ളത്. അതാണല്ലോ ശാസ്ത്രം. ആ ശാസ്ത്രം എവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെവിടെയില്ല. ഇല്ലാത്തതിനെയൊക്കെ ശാസ്ത്രമായിട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞു നടക്കുക. നമ്മൾ 18-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചു. ഇന്നലെ അർജുനൻ ഭഗവാനോട് ചോദിച്ചു. എന്താ അർജുനൻ പറയണത്? അഥ അഷ്ടാദശോऽധ്യായഃ മോക്ഷസന്ന്യാസയോഗഃ. അർജുന ഉവാച സന്ന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക് കേശിനിഷൂദന. 18-ാം അധ്യായം മോക്ഷ സന്യാസ യോഗം അല്ലെങ്കിൽ സന്യാസ യോഗം അങ്ങനെ 2 പേരുകളിലാണ് ഈ അധ്യായം അറിയപ്പെടുന്നത്. അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു, സന്യാസസ്യ മഹാബാഹോ തത്വം ഇച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹേ ഋഷികേശ പൃഥക് കേശി നിഷൂദന. അല്ലയോ ഭഗവാനെ, ഹേ കേശി നിഷൂദന ഹൃഷീകേശ മഹാബാഹോ, സന്യാസം ത്യാഗം, സന്യാസസ്യ ത്യാഗസ്യ, സന്യാസത്തിന്റെയും ത്യാഗത്തിന്റെയും തത്വത്തെ ഞാൻ വേറെ വേറെ അറിയാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് അർജുനൻ ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിച്ച പ്രശ്നം. സന്യാസം എന്ന ഒരു അധ്യായത്തില്, ജ്ഞാനകർമ്മ സന്യാസ യോഗത്തില് നമ്മൾ സന്യാസം എന്നാൽ എന്ത് എന്നൊറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഒറ്റ വാക്കിൽ സ്വാമി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എഴുതി വെച്ചത് നോക്കണ്ട, എഴുതി നമ്മൾ പലതും വെച്ചിട്ടുണ്ടല്ലോ. ഓർക്കുക, ക്ഷണികമായതിനെ അവഗണിച്ച് സ്ഥിരമായതിനെ പ്രാപിച്ചവനാണ് സന്യാസി. സ്വാമി അവിടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ആകാശവും മേഘവും. സന്യാസത്തിന് പോകുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ്. ആകാശം സ്ഥിരമാണ്, മേഘങ്ങള് ക്ഷണികമാണ്. എല്ലാം വന്നും പോയും ഇരിക്കുന്നു. ഞാൻ ആരാണ്? സ്ഥിരനാണ് എന്ന് പറയാം. ഈ പ്രപഞ്ചത്തിൽ എല്ലാം ക്ഷണികമാണ്, എല്ലാം മാറ്റത്തിന് വിധേയമാണ്. മാറാത്തത് ബോധമാണ്, ആത്മാവാണ്, അതെന്റെ സ്വരൂപമാണ്. അതിനെ പ്രാപിച്ചവൻ ആരോ അവനാണ് സന്യാസി. നതു വസ്ത്രം നതു മുണ്ടനം, ജ്ഞാനം സന്യാസ ലക്ഷണം. വസ്ത്രമോ തലമുട്ടയടിക്കലോ കാഷായത്തിന്റെ നിറത്തിലുള്ള ഭേദമോ പേരോ ഒന്നുമല്ല എന്ന് പറയാം. അപ്പൊ ഈ ഒരു സന്യാസത്തെ നമ്മൾ മുൻപ് കണ്ടതാ. പിന്നെ സന്യാസിക്ക് വേറൊരു സിമ്പല് പറഞ്ഞു തന്നിട്ടുണ്ട്, താമര. അല്ലേ? ലോകത്തിലാണ്, എന്നാൽ ലോകത്താൽ സ്വാധീനപ്പെടാതെ ഒരൽപ്പം മുകളിൽ, ലോകത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ എന്നാൽ ഒരൽപ്പം മുകളിൽ. അതില് എന്താണ് ഇരിക്കുന്നത്? നളിനീദളഗത ജലം അതിതരളം തദ്വത്. ആചാര്യസ്വാമികളെ 2 വിധത്തിലാണ് അതിനെ പറഞ്ഞിട്ടുള്ളത്. ജീവിതം ഇതാണ് എന്ന് പറയാം. അതിനെ നമുക്ക് സുന്ദരമാക്കാം. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് ഓർമ്മയിരിക്കട്ടെ, മുഹൂർത്തം ജ്വലിതം ശ്രേയ. ഒരു മുഹൂർത്തമേ ഉള്ളൂ എങ്കിൽ ജ്വലിതം ശ്രേയ, ജ്വലിക്കുന്നത്. അത് ധൂമായുധം ചിരം എന്ന് പറയും, അല്ലാതെ പുകയുന്നതല്ല.
അപ്പം ഒരു നിമിഷമേ വെള്ളത്തുള്ളിക്ക് താമര ഇതളിൽ നിലനിൽപ്പുള്ളൂ എങ്കിൽ അതെങ്ങനെ? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലും സ്വാധീനപ്പെടാതെ നിലകൊള്ളാനുള്ള ഒരു നിൽപ്പ്. കുറച്ചു കഴിഞ്ഞാൽ താഴേക്ക് വീഴാം. എന്നാലും അതിൽ കാണണം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം അതിൽ പ്രതിഫലിപ്പിക്കണം എന്ന് പറയാം. അപ്പൊ താമര നിൽക്കുന്നത് പോലെ ഒരല്പം മുകളില്, എന്നാൽ ജലത്തിന് സ്പർശിക്കാൻ അവകാശം കൊടുക്കാതെ, അഥവാ നിന്നാൽ തന്നെ അതൊരു സൗന്ദര്യമായിട്ട് ഉള്ള. അപ്പൊ ലോകത്തിൽ എന്തൊക്കെ വന്നാലും അത് താമരയിൽ വന്ന ജലത്തുള്ളികളായിട്ട്, അത് അധികാരമാകട്ടെ, ധനമാകട്ടെ, സൗന്ദര്യമാകട്ടെ, യുവത്വമാകട്ടെ, എന്തൊക്കെയോ ആകട്ടെ, അതൊന്നും നമ്മുടെ സന്യാസഭാവത്തിന് ഒരു പ്രകാരത്തിലും ഇളക്കം ഉണ്ടാക്കാൻ പോകുന്നതല്ല എന്ന് പറയാം. ഇതാണ് സ്ഥിരമായതിനെ പ്രാപിക്കലും ക്ഷണികമായതിനെ അവഗണിക്കലും. തെക്തേന ഭുഞ്ചിതാഹ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇവിടെ ത്യജിക്കാൻ എനിക്ക് എന്റേത് എന്ന് പറയാൻ ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഞാൻ എന്തിനെ ത്യജിക്കുന്നത്? എനിക്ക് എന്റേത് എന്ന് പറയാൻ എന്തെങ്കിലും വേണ്ടേ? ഈശാവാസ്യം ഇതം സർവം എന്നറിഞ്ഞ ഒരുവന് പിന്നെ ഈ ലോകത്തിൽ ഞാൻ എന്തിനെ ത്യജിക്കും? ഇതം സർവം ഈശാവാസ്യം എന്നിരിക്കെ പിന്നെ ഞാൻ എന്ത് ത്യജിച്ചിട്ടാണ് ഞാൻ സന്യാസിയാവാൻ പോകുന്നത്? ഇതം ന മമ എന്ന് മാത്രമേ ത്യജിക്കേണ്ടതുള്ളൂ. എന്റെ അയഥാർത്ഥ്യമായതിനെ, അഹങ്കാരത്തെ. അപ്പൊ അർജുനൻ ഭഗവാനോട് പറയുന്നു. എന്താ പറഞ്ഞത്? ഭഗവാനെ, എനിക്ക് രണ്ടും വിസ്തരിച്ചറിയണം എന്ന് പറയാം. അപ്പൊ യോഗത്തെയും ക്ഷേമത്തെയും നമ്മൾ പറഞ്ഞു. യോഗക്ഷേമത്തെ ത്യജിച്ചവൻ സന്യാസിയുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനിയുടെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജീവൻ മുക്തന്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. ഇവന്റെ ഭാഷ ഏതാണ്, എങ്ങനെ ഇരിക്കും, എങ്ങനെ നടക്കുന്നൊക്കെ 2-ാം അധ്യായത്തിൽ അർജുനൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ദുഃഖങ്ങൾ 2 വിധത്തിലാണെന്ന് പറഞ്ഞു. 2 വിധത്തിലാണ് അത്ര വേദനകൾ. ഒന്ന് ആഗ്രഹിച്ചത് കിട്ടിയാലും ദുഃഖമാണ് അത്രേ. ആഗ്രഹിച്ചത് കിട്ടാഞ്ഞാലും ദുഃഖമാണ്. അതെന്താ സ്വാമി അങ്ങനെ? അത് അങ്ങനെയാണ്. ആഗ്രഹിച്ചത് കിട്ടിയാലും ദുഃഖം, ആഗ്രഹിച്ചത് കിട്ടിയിട്ടില്ലെങ്കിലും ദുഃഖം. ഒരിക്കലും ഒരാള് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്, ഞാൻ ഡോക്ടറാണ്, ഭ്രാന്താശുപത്രി അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ അതൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് നടന്ന് കാണുക. ഞങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഒരു മുറിയിൽ ഒരാള് ഇരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ആകെ വിലപിച്ചുകൊണ്ടിരിക്കുന്നു. ഓ ലില്ലി 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 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താന്ന് ചോദിച്ചു സുഹൃത്ത് ഡോക്ടറോട്. അത് ലില്ലി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ അദ്ദേഹം വല്ലാതെ പ്രേമിച്ചിരുന്നു. അവൾ ഇവനെ ഉപേക്ഷിച്ച് പോയതാണ് ഇവന് ഈ രോഗം വരാൻ കാരണം. പിന്നെ അവരെ അടുത്ത മുറിയിൽ പോയപ്പം അവിടെ ഒരാൾ ലില്ലി എന്ന് പറഞ്ഞ് ചുമരിന് ഇടിക്കുന്നു. അതെന്താ? ഇതേ ലില്ലി, അതെ ഇതേ ലില്ലിയെ ഇയാൾ കല്യാണം കഴിച്ചു എന്ന് പറയാം. മറ്റേ ആൾക്ക് 2 പേർക്കും ദുഃഖമാണ്. ഒരാൾക്ക് കിട്ടാത്ത ദുഃഖം, ഒരാൾക്ക് കിട്ടിയ ദുഃഖം. രണ്ടും ഞാനേറ്റു, യോഗക്ഷേമം വഹാമ്യഹെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തുടങ്ങാൻ പോവാം. ഭഗവാൻ എന്താ പറയുന്നത് നോക്കാം. രണ്ടും വിസ്തരിച്ച് പറയാൻ പോവാം. ശ്രീ ഭഗവാനുവാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഃ സർവകർമ്മഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണാഃ. ശ്രീ ഭഗവാൻ ഉവാച. ഭഗവാൻ അർജുനന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നു. കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം കവയഃ വിദുഃ സർവകർമ്മ ഫലത്യാഗം പ്രാഹുഃ ത്യാഗം വിചക്ഷണാഃ. കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം.
ഭഗവാൻ സന്യാസത്തെ നിർവചിക്കുന്നു. എന്താണ് ഭഗവാൻ സന്യാസത്തെ എപ്രകാരത്തിലാണ് നിർവചിക്കുന്നത്? കാമ്യാനാം, കാമ്യാനാം എന്ന് പറഞ്ഞാൽ ഫലപ്രതീക്ഷയുള്ള, കാമനയോട് കൂടിയിട്ടുള്ള, ആഗ്രഹത്തോട് കൂടിയിട്ടുള്ള കർമ്മണാം, കർമ്മങ്ങളുടെ ഉപേക്ഷയെ, ന്യാസം, ന്യസ് ത്യജിക്കുക, ഉപേക്ഷയെ സന്യാസം. ഇത് ഭഗവാന്റെ അഭിപ്രായം മാത്രമല്ല, കവയഹ എന്ന്, വിദുഹു, കവികൾ, കൗതി ഇതി കവയഹ, ശബ്ദിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് വാക്കുകളെ പറയുന്നവർ, വെറുതെ ശബ്ദം ഉണ്ടാക്കുന്നവരല്ല കവികൾ. അവർ പറയുന്നു കവയഹ വിദുഹു, വിദുഹു അവരറിയുന്നു എന്നൊക്കെയാണ്. അപ്പൊ കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം കവയഹ വിദുഹു. കാമ്യകർമ്മങ്ങളുടെ ന്യാസമാണ് സന്യാസമെന്ന് കവികൾ അറിയുന്നു, അവർ മനസ്സിലാക്കുന്നു. അപ്പൊ കാമ്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മങ്ങളുടെ ന്യാസം എന്നല്ല പറഞ്ഞു, ഭഗവാൻ അതിനെ വിസ്തരിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കാൻ വഴിയുണ്ടെങ്കിൽ അതിനെ കാമ്യകർമ്മങ്ങളുടെ ന്യാസം എന്ന് പറയുമ്പം ഫലപ്രതീക്ഷയില്ലാതെ, ഫലപ്രതീക്ഷയെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്, കർമ്മത്തെ ഉപേക്ഷിക്കുന്നതല്ല. സർവകർമ്മ ഫലത്യാഗം ത്യാഗം വിചക്ഷണാഹ പ്രാഹു. നീ രണ്ടും ചോദിച്ചുവല്ലോ എന്നോട്, സന്യാസത്തെയും ത്യാഗത്തെയും കുറിച്ച്. സന്യാസത്തെ ഇതാ ഇങ്ങനെ പറയുന്നു ജ്ഞാനികൾ: സർവകർമ്മ ഫലത്യാഗം, എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തെ ഉപേക്ഷിക്കൽ തന്നെയാണ് ത്യാഗം. വിചക്ഷണാഹ പ്രാഹു, വിജ്ഞന്മാർ, വിചക്ഷണാഹ എന്ന് പറഞ്ഞാൽ ജ്ഞാനികൾ പറയുന്നു. ഇതെന്താ ഭഗവാൻ, ഇത് രണ്ടും ഒന്നല്ലേ? അത് രണ്ടായിട്ടാണല്ലോ ചോദിച്ചത്, അപ്പൊ പിന്നെ രണ്ടായിട്ട് തന്നെ പറഞ്ഞു. അപ്പൊ സന്യാസം എന്ന് പറഞ്ഞത് എന്താണ് ഭഗവാൻ പറഞ്ഞത്? കാമ്യ കർമ്മങ്ങളുടെ ന്യാസം, ഫലചിന്ത കൂടാ, ആ ഫലചിന്തയെ ഉപേക്ഷിക്കല്. പക്ഷെ കർമ്മമുണ്ട്. ത്യാഗം എന്ന് പറഞ്ഞാലോ സർവകർമ്മ ഫലത്യാഗം, സർവകർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിക്കുക. അപ്പൊ രണ്ടും ഒന്നല്ലേ? അത് രണ്ടും ഒന്നാണ്. രണ്ടായിട്ട് ചോദിച്ചതുകൊണ്ട് രണ്ട് വിധത്തിൽ പറഞ്ഞു. ഇനി ഭഗവാൻ ഇതിനെ വിസ്തരിക്കാൻ പോവുക. അല്ല, അതെന്താ അങ്ങനെ? കാരണം സ്വാമി ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ഹ്രീം എന്ന് ചേർക്കും ഒരു ചോദ്യത്തിന്റെ ആവശ്യം? കാരണം നമ്മുടെ അവസ്ഥ തന്നെയാണ് അർജുനൻ എന്ന് പറയാം. നമുക്കെല്ലാം കേട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ചോദ്യം തോന്നും, ഓരോ സംശയങ്ങൾ ഉണ്ടാവുന്നില്ലേ? 2-ാം അധ്യായത്തില് ജന്മത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിന് തുടർന്നുള്ള അധ്യായങ്ങളിൽ, ആദ്യത്തെ 6 അധ്യായങ്ങൾ കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങളെയും തീർക്കാൻ പോകുന്ന വിധത്തിലായിരുന്നു ഭഗവാന്റെ ഉപദേശം, ഇല്ലേ? എന്നാലും നമുക്കില്ലേ, വീണ്ടും വീണ്ടും ഉണ്ടല്ലോ ചില ശബ്ദങ്ങൾ. അപ്പൊ ചില ശബ്ദങ്ങളൊക്കെ അർജുനന്റെ ഉള്ളില് ഭേദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ത്യാഗം എന്നതും സന്യാസം എന്നതും. അപ്പൊ ഭഗവാൻ എന്താണെന്നറിയോ, അതിന് ഇനി അർജുനൻ തന്നെ നമുക്ക് ബോധ്യമാവണം. എങ്ങനെ? ഇത് രണ്ടും ഒന്ന് തന്നെയാണല്ലോ എന്ന്. ഭഗവാൻ അതിനെ രണ്ട് വഴിക്ക് തന്നെ കൊണ്ടുപോവുക. ആദ്യം തന്നെ ഇങ്ങനെ ജ്ഞാനികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനികള് സന്യാസത്തിന് ഇങ്ങനെ ഒരു നിർവചനം കൊടുത്തിരിക്കുന്നു, ത്യാഗത്തിന് ഇങ്ങനെ ഒരു നിർവചനം കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. അപ്പൊ ചില ശബ്ദങ്ങളൊക്കെ അർജുനന്റെ ഉള്ളില് ഭേദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ത്യാഗം എന്നതും സന്യാസം എന്നതും. അപ്പൊ ഭഗവാൻ എന്താണെന്നറിയോ, അതിന് ഇനി അർജുനൻ തന്നെ നമുക്ക് ബോധ്യമാവണം. എങ്ങനെ? ഇത് രണ്ടും ഒന്ന് തന്നെയാണല്ലോ എന്ന്. ഭഗവാൻ അതിനെ രണ്ട് വഴിക്ക് തന്നെ കൊണ്ടുപോവുക. ആദ്യം തന്നെ ഇങ്ങനെ ജ്ഞാനികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനികള് സന്യാസത്തിന് ഇങ്ങനെ ഒരു നിർവചനം കൊടുത്തിരിക്കുന്നു, ത്യാഗത്തിന് ഇങ്ങനെ ഒരു നിർവചനം കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. തുടർന്ന് പറയുന്നത് നോക്കാം നമുക്ക്. ത്യാജ്യം ദോഷവദിത്യേകേ കർമ്മ പ്രാഹുർമനീഷിണഃ യജ്ഞദാന തപഃ കർമ്മ നത്യാജ്യമിതി ചാപരേ. അപ്പൊ ഭഗവാൻ ആദ്യം പറഞ്ഞു കാമ്യകർമ്മങ്ങളുടെ ഉപേക്ഷയും അതുപോലെ സർവകർമ്മ ഫലത്യാഗത്തെയും
ഇതിന് രണ്ട് പ്രകാരത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കാമെന്ന് പറയാം. അതായത് ഇപ്പം അതൊരു സ്വാമി ഒരു ഉദാഹരണം പറയാം. എബ്രഹാം ലിങ്കനെ കുറിച്ച് അദ്ദേഹം വലിയ സൗന്ദര്യമൊന്നും ഉള്ള ഒരാളായിരുന്നില്ല എന്നാണ് പറയുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ഇതില്. അപ്പൊ ഈ ലിങ്കന്റെ ഈ സെനറ്റിൽ ജോലി ചെയ്യുന്ന ഒരാള് ഇദ്ദേഹത്തിനെ കുറിച്ച് വേറെ പല കാര്യങ്ങളും വളരെ നല്ല മനുഷ്യനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു കുട്ടിക്കൊരു ആഗ്രഹം ലിങ്കനെ കാണണം എന്ന്. അപ്പൊ ലിങ്കനെ കുറിച്ചുള്ള വർത്തമാനമൊക്കെ വീട്ടിൽ വരിങ്ങനെ പറയാറുണ്ട്. അപ്പൊ പറഞ്ഞിട്ടുള്ള ഒന്ന് അദ്ദേഹം വലിയ സുന്ദരനൊന്നുമല്ല, സൗന്ദര്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഈ കുട്ടിയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ അച്ഛൻ ഒരു ദിവസം ലിങ്കന്റെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹത്തിന് ആ ഒരു സ്വാതന്ത്ര്യമൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് മകളാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പം ലിങ്കൻ വേഗം വിളിച്ച് മടിയിലിരുത്തി ഓരോ കുസൃതി ചോദ്യങ്ങളും അതും ഇതുമൊക്കെ കുട്ടിയോട് ചോദിക്കാൻ തുടങ്ങി. കുട്ടിക്ക് വളരെ സന്തോഷമായിട്ട് കുട്ടി അച്ഛനോട് പറയാ, അച്ഛ ആരാ പറഞ്ഞ ഈ അങ്കിളിന് ഒരു സൗന്ദര്യവും ഇല്ല എന്ന്? എന്ത് സുന്ദരനാണ് ഈ അങ്കിൾ. കുട്ടി കണ്ട സൗന്ദര്യം ഏതാ? അതെ. ഇതുപോലെ ഓരോ മാനങ്ങളുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ. അത് കിട്ടിയിട്ടില്ലെങ്കിൽ, ഇതിനാണ് ഈ ഉൾക്കാഴ്ച എന്ന് പറയാം, അത് കിട്ടിയിട്ടില്ലെങ്കിൽ കാര്യം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാവും. സൗന്ദര്യത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു നിർവചനമുണ്ട്. അതൊരു കുട്ടിക്ക് പോലും നിർവചിക്കാൻ പോകുന്നതാണത്. അപ്പൊ ഇവിടെ അർജുനനെ ഭഗവാൻ പറയുന്നു എന്താണ്? കർമ്മത്തെയും ഫലത്തെയും ഒരുമിച്ചുപേക്ഷിക്കുന്നതിനെ സന്യാസം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ഭഗവാൻ വളരെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ന നിരഗ്നിഹി നച അക്രിയഃ എന്ന്. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അർജുനൻ സന്യാസം എന്ന് പറയുന്നതിന് അർജുനൻ ഒരു മാനം നൽകിയിട്ടുണ്ട്. അതുപോലെ ത്യാഗം എന്നുള്ളതിന്, കാരണം ഗീത നമ്മൾ തുടർച്ചയായിട്ട് കേട്ടുവരുന്നവരാ. സ്വാമി 18-ാം അധ്യായം മാത്രമായിരുന്നു എടുത്തിരുന്നതെങ്കിൽ നിങ്ങൾക്കും കുഴപ്പമുണ്ടാവില്ല, സ്വാമിക്കും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ പുറത്തിറങ്ങിയാൽ നിങ്ങൾ പിടിക്കും. അല്ല സ്വാമിയെ, പിന്നെ ആ അധ്യായത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ആ അർജുന മനസ്സിനെ ഇവിടെ ശരിക്ക് കാണണം. എന്തൊക്കെ അർജുനൻ സന്യാസം എന്നത്, ത്യാഗം എന്നത്, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ? കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? മൈ സർവാണി കർമാണി സന്യസ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത്യാദി സന്യാസ ശബ്ദവും അതുപോലെ ത്യാഗത്തിന്റെ ശബ്ദവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോരോ അധ്യായങ്ങളിലും. എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? സ്വാമി പിറകിലേക്ക് പോയി റിവിഷൻ ഒരുപാട് നടത്തിയാൽ ശരിയാവില്ല. ഏതായാലും നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒന്ന് പിറകിലേക്ക് പോവാനൊക്കെ പറ്റിയാൽ നല്ലതാ, മനസ്സുകൊണ്ട്. അങ്ങനെ എങ്ങനെയാണ് അർജുനന്റെ മനസ്സിൽ, അതായത് നമ്മുടെ മനസ്സിൽ സന്യാസം എന്ന് കേൾക്കുന്ന സമയത്ത്, ത്യാഗം എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ എപ്രകാരം അടുക്കും ചിട്ടയുമാക്കി വെച്ചു? ഇനിയിപ്പോ ഇതിനെ വേർതിരിച്ചറിയാനും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഭഗവാൻ ആദ്യം ഇങ്ങനെ ഒരു ഉത്തരം കൊടുത്തു. തുടർന്ന് പറയാം, ശ്രദ്ധിക്കും. നമുക്ക് സന്ദർഭത്തിനനുസരിച്ച് പിറകിലേക്ക് വരാം. ഓരോരോ പറയുന്നു. എന്താ പറഞ്ഞത്? ത്യാജ്യം ദോഷവത് ഇതി ഏകേ കർമ്മ പ്രാഹു മനീഷിണഃ യജ്ഞദാന തപഃ കർമ്മ ന ത്യാജ്യം ഇതി ച അപരേ. ഏകേ മനീഷിണഃ, ഏകേ എന്ന് പറഞ്ഞ ചില, മനീഷിണഃ ജ്ഞാനികള്, മനസ്സഃ ഈഷ്ടതേ ഇതി മനീഷി, മനസ്സിന്റെ അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിവുള്ളവർ. നമ്മുടെ മനഃശാസ്ത്രകാരന്മാരായിരുന്നു അവരൊക്കെ എന്ന് പറയാം. മനസ്സിന്റെ അടിത്തട്ടിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരതി നടക്കാൻ, അവിടുന്ന് ശേഖരിക്കാൻ കെൽപ്പുള്ള ആളുകൾ. മനുഷ്യ മനസ്സിലെ സമഷ്ടി മനസ്സിനെ ഒന്നായി അറിയാൻ പോകുന്ന ആളുകളാണ് മനീഷി. ഇതി ച പ്രാഹു. അത് ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാകുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ അർജുനന് ഭഗവാൻ കൺഫ്യൂഷൻ ആക്കുക.
ഭഗവാന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. അല്ല ഭഗവാനെ അങ്ങേക്കൊന്നും പറയാനില്ലേ ഇതിൽ? ഇതന്നെയല്ലേ നമ്മുടെയും പ്രശ്നം? ഇതുകൊണ്ടും ദോഷകർമ്മമാണ്, അതിനെ ഉപേക്ഷിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്തു പറഞ്ഞിട്ടുണ്ട്? ഇതാ യജ്ഞം, ദാനം, തപസ് ഇങ്ങനെയുള്ളത് ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാകുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാൻ പോവാ. നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കും. ഭഗവാൻ വിസ്തരിക്കാൻ പോകുന്നു. നിശ്ചയം ശൃണു മേ തത്ര ത്യാഗേ ഭരത സത്തമാ ത്യാഗോ ഹി പുരുഷ വ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തിതഃ. നിശ്ചയം ശൃണു മേ തത്ര ത്യാഗേ ഹേ ഭരതസത്തമ ത്യാഗഃ ഹി ഹേ പുരുഷവ്യാഘ്ര ത്രിവിധഃ സംപ്രകീർത്തിതഃ. പറയുന്നു ഭഗവാൻ, ഹേ ഭരതസത്തമ, അല്ലയോ ഭരതവംശത്തിൽ ജനിച്ച ശ്രേഷ്ഠനായ അർജുന, തത്ര, തത്ര എന്ന് പറഞ്ഞാൽ അവയിൽ, അവയിൽ എന്ന് പറഞ്ഞാൽ ത്യാഗ സന്യാസത്തിൽ, ത്യാഗത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും പറഞ്ഞുവല്ലോ. സന്യാസ ത്യാഗങ്ങളില് ത്യാഗേ, ത്യാഗത്തിലുള്ള മേ നിശ്ചയം, എന്റെ നിശ്ചയം ഭഗവാൻ പറയുന്നു. ഇതുവരെ നമ്മൾ അർജുനൻ ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിക്കുന്ന പ്രശ്നം അർജുനനെ സ്വാധീനിച്ചിട്ടുള്ളതാ. ഏതൊക്കെ? ഭാരതത്തിൽ അങ്ങനെ അർജുനൻ പഠിക്കുന്ന സമയത്ത് തന്നെ കർമ്മത്തിന്റെ പൂർണ്ണമായ ത്യാഗത്തെക്കുറിച്ചും എന്നാൽ യജ്ഞം, ദാനം, തപസ് ഇത്യാദികൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്തതാകുന്നു എന്നുള്ള അഭിപ്രായത്തെയും വെച്ചു പുലർത്തുന്നവരുണ്ടായിരുന്നു. മതഭേദങ്ങൾ അർജുനന്റെ പഠനകാലത്തും സജീവമായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ അവരെയൊക്കെ ആദരിച്ചുകൊണ്ട് മനീഷിണഃ എന്ന് പറഞ്ഞത്. അവരൊക്കെ മനീഷികൾ തന്നെയാണ്. അതുകൊണ്ട് ചില ആളുകൾ എന്തൊക്കെയോ വിഡ്ഢിത്തരം പറയുന്നു എന്നല്ല, ഇവരൊക്കെ അറിവുള്ളവരാണ്. അറിവില്ലാത്തവരെ ഭഗവാൻ മൂഢാഹ എന്ന് വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് ഭഗവാന് വിഷമവുമില്ല എന്ന് പറയാം. പക്ഷെ ഇവരൊക്കെ ജ്ഞാനികളായിട്ടുള്ളവരാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങള് അർജുനനെ സ്വാധീനിച്ചിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, ത്യാഗത്തിലുള്ള ത്യാഗേ മേ നിശ്ചയം ശൃണു, എന്റെ നിശ്ചയമായ നിശ്ചയത്തെ, ധീരമായ ഉറപ്പുറ്റ എന്റെ അഭിപ്രായത്തെ ശൃണു, നീ കേട്ടാലും. നീ എന്നോടാണല്ലോ ചോദിച്ചത്, അതുകൊണ്ട് എന്റേത് നീ കേട്ടാലും. ഹേ പുരുഷ വ്യാഘ്ര, അല്ലയോ പുരുഷ ശ്രേഷ്ഠ, പുരുഷന്മാർക്ക് എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ളവനാണ് നീ, അനുകരണീയനാണ് എന്ന് പറയാം, മാതൃകയാണ്. അങ്ങനെയുള്ള നീ കേട്ടാലും. ത്യാഗഃ ത്രിവിധഃ, ത്യാഗം 3 പ്രകാരത്തിലാണ്. സംപ്രകീർത്തിതഃ ഹി, അങ്ങനെ 3 പ്രകാരത്തിലാണെന്ന് പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നു. ത്യാഗത്തെ 3 പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു തരാം, എന്നിൽ നിന്ന് നീ കേട്ടുകൊള്ളും. ഇതൊക്കെ പറയുമ്പോൾ ആ ഭഗവാന്റെ ഒരു മഹത്വം കാണണം അല്ലേ? കാരണം താൻ പുതുതായി അവതരിപ്പിക്കുന്നതൊന്നുമല്ല. ഞാനും ഈ പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന് ഈ ഒരു ധർമ്മത്തിന്റെ അനുഗ്രഹം അനുഭവിച്ച് അതിന്റെ ആനന്ദത്തെ ആവോളം നുകർന്നവനാണ് ഈ ഞാനും. അതുകൊണ്ട് എന്റെ പൂർവികന്മാരെ ഞാൻ സ്മരിക്കുന്നു. ഇതൊക്കെ ഞാനും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് നിനക്ക് പറഞ്ഞു തരാം. അപ്പോഴേ അത് സനാതനമാവുന്നുള്ളൂ എന്ന് പറയാം. അല്ലെങ്കിൽ കൃഷ്ണനിൽ നിന്ന് ആരംഭിക്കുന്നതാവും ഇത്. നോക്കാം. യജ്ഞദാന തപഃ കർമ്മ നത്യാജ്യം കാര്യമേവ തത് യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം. യജ്ഞ ദാന തപഃ കർമ്മ ന ത്യാജ്യം കാര്യമേവ തത് യജ്ഞഃ ദാനം തപഃ ച ഏവ പാവനാനി മനീഷിണാം. യജ്ഞദാന തപഃ കർമ്മ, യജ്ഞം, ദാനം, തപസ്. യജ്ഞം എന്ന് പറയുമ്പം 3-ാം അധ്യായം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. യജ്ഞം നാം സൃഷ്ടമായത് തന്നെ അങ്ങനെയാണ്. നമ്മെ സൃഷ്ടിച്ചത്
ഭഗവാൻ പറയുന്നു, സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമധുഗ്. റിവിഷനാണ്, പരീക്ഷയ്ക്ക് വരും. യജ്ഞഭാവത്തോടുകൂടി വിധാതാവ് ആരാണോ ഈ വിശ്വത്തെ രചിച്ചത്, അദ്ദേഹം എങ്ങനെയാണ് ഈ വിശ്വത്തെ നിർമ്മിച്ചത്? യജ്ഞത്തിലൂടെ. സഹയജ്ഞ പ്രജാ സൃഷ്ടുവ. എന്നിട്ട് അവരോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഈ യജ്ഞം നിങ്ങളുടെ ഇഷ്ടത്തെ തരുന്നതാകട്ടെ. ഇഷ്ടകാമധുഗ്. അപ്പൊ ഈ യജ്ഞം കൊണ്ടാണ് നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ യജ്ഞമാണ് നമ്മെ അഭിവൃദ്ധിപ്പെടുത്തുന്നത് എന്ന് പറയാം. ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഭഗവാൻ. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി ഇഹ അഘായുരിന്ദ്രിയാരാമ മോഘം പാർത്ഥസ ജീവതി. ഈ യജ്ഞചക്രത്തെ ആരാണ് അർജുന അനുവർത്തിക്കാത്തത്? അവന്റെ കാര്യം പോക്ക് എന്നും പറഞ്ഞു. അതിമനോഹരമായിട്ട് യജ്ഞാത് ഭവതി പർജന്യ പർജന്യാത് അന്നസംഭവ ഇത്യാദി കാര്യങ്ങളും പറഞ്ഞു. യജ്ഞത്തിൽ നിന്നാണ് മഴയുണ്ടാകുന്നത്, മഴയിൽ നിന്നാണ് വൃക്ഷലതാദികൾ ഉണ്ടാകുന്നത്, അതിൽ നിന്നാണ് ഔഷധികൾ, അന്നം, അന്നത്തിൽ നിന്നാണ് നമ്മൾ. ഇതൊക്കെ വേദത്തിന്റെ വെളിച്ചത്തിൽ ഉപനിഷത്ത് മന്ത്രത്തിന് കൂട്ടത്തിൽ ചേർത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവാൻ പറഞ്ഞു, സർവം യജ്ഞേ പ്രതിഷ്ഠിതം, എല്ലാം യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ് എന്നും പറഞ്ഞു. അപ്പൊ യജ്ഞം എന്ന് കേൾക്കുമ്പം വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ഒരു 10-12 ഇഷ്ടിക നിരത്തി ഒരാളിങ്ങനെ ഇരുന്ന് ഹോമിക്കുന്ന ഒരു ഏർപ്പാട് എന്ന് മാത്രം ആകരുത്. ഈ പ്രപഞ്ചം തന്നെ യജ്ഞത്തിലാണ്. നാം ശ്വസിക്കുന്ന വായു, നാം പുറത്തുവിടുന്നത്, സസ്യങ്ങൾ തരുന്നത്, അവര് തരുന്നത്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്, ഇങ്ങനെ പ്രപഞ്ച പാരസ്പര്യം എന്താണ്? എല്ലാറ്റിൻ്റെയും ഉന്നമനത്തിനായിട്ട് എന്ന് പറയാം. ഈ വിശ്വത്തെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും നമുക്ക് വേണ്ടി നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു, ഇല്ലേ? ഒരു നെൽമണി പോലും പാകമാകുന്നത് എന്തിനാ? നമ്മുടെ ഉദരത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണല്ലോ ഭാഗവതത്തിൽ ഈ ഒരു സന്ദർഭം ഉണ്ടല്ലോ, ഭഗവാന് ഈ പാല് കൊടുക്കുന്ന യശോദ. അപ്പൊ അതില് പാല് തിളപ്പിക്കുക, ആ പാല് അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറയുക, അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് കൃഷ്ണൻ രാവിലെ എഴുന്നേറ്റ് വരുന്നതും. അമ്മ പതിവായിട്ട് വിളിക്കും, അന്ന് വിളിച്ചില്ല, വളരെ ദേഷ്യം വന്നു. നോക്കുമ്പം കടയുന്നു, എടുത്തൊന്ന് കടകോല് കൊണ്ടൊന്ന് കൊടുത്തു, മുഴുവൻ പാലാഴി അഭിഷേകമായി എന്ന് പറയാം അവിടെ. ആ സമയത്ത് എടുത്തു വെച്ച് മുല കൊടുക്കുന്നുണ്ട്, വളരെ ആസ്വദിച്ച് കുടിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് എന്താ പറയാ, പെട്ടെന്ന് എടുത്ത് താഴെ വെച്ച് പോകുന്നത് കൃഷ്ണൻ ഇഷ്ടപ്പെടാഞ്ഞത്. അതിങ്ങനെ നന്നായി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണല്ലോ പെട്ടെന്ന് അടുപ്പത്ത് പാല് വെച്ചിട്ടുണ്ട്, അത് മറിഞ്ഞു പോവുമല്ലോ എന്ന് തോന്നിയിട്ട് പോയത്. നോക്കുമ്പോ അതും പോയി, ഇവിടെ ഇതും പോയി. അപ്പൊ അവിടുത്തെ പാലിനെ കുറിച്ച് ഒരു കവി ഒരു ഭാവന ചെയ്തിട്ടുണ്ട്, അത് വളരെ രസമായിട്ട് തോന്നി എന്ന് പറയാം. അപ്പൊ അവിടെ പാലിങ്ങനെ പാകപ്പെടുകയാണ്. എന്തിനായിട്ടത്രേ? കൃഷ്ണന്റെ ഉദരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് പാലുകൾ ഇങ്ങനെ, ആ പാലിലെ ഓരോന്നും ആലോചിക്കുകയാണ്, എന്താണ് യശോദ വന്ന് വാങ്ങി വെക്കാത്തത് എന്ന്. അവസാനം അവർക്ക് ക്ഷമ കെട്ടിട്ട് അവര് ആത്മഹത്യ ചെയ്യാണത്രേ, അഗ്നിയിലേക്ക് ചാടിയിട്ട്. അവർക്ക് മതിയായി, ഇനി വയ്യ എന്ന് കരുതിക്കൊണ്ട് അവരെന്ത് ചെയ്തു? ആത്മാഹൂതിക്ക് തയ്യാറായി. അപ്പൊ അതുപോലെ ഈ വിശ്വത്തിലെ ഓരോന്നും, ഓരോ നെൽമണിയും ആന്ധ്രയിലാണെങ്കിലും അത് നമ്മുടെ ഉദരത്തിലേക്ക് വരുന്നതിനായിട്ട് അതെന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശത്തെ സ്വീകരിക്കുന്നു, അതുപോലെ ചന്ദ്രന്റെ ശീതളിമയെ സ്വീകരിക്കുന്നു, മണ്ണിന്റെ അടിയിൽ നിന്ന് വെള്ളത്തെ സ്വീകരിക്കുന്നു. ഇതൊക്കെ യജ്ഞമാണ്. അപ്പൊ യജ്ഞം എന്ന് കേൾക്കുമ്പം ഇതും കൂടെ ഇരിക്കട്ടെ എന്ന് പറയാം. അതിന്റെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ചടങ്ങാണ് നമ്മൾ അഗ്നി സാക്ഷിയായിക്കൊണ്ട് ചെയ്യുന്നത്. ആ ഒരു കൂട്ടായ്മയെ, ആ ഒരു സത്യത്തെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുന്നതിനും ബോധിപ്പിക്കുന്നതിനുമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള യജ്ഞം, ദാനം, ദാനത്തെക്കുറിച്ച് പറഞ്ഞു. രാജസികമായിട്ടുള്ളത്, സാത്വികമായിട്ടുള്ളത്, താമസികമായിട്ടുള്ളത്. അതിൽ നിന്ന് ഉപരിയായി
മഹാഭാരതത്തിലെ ദാനത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി ദണ്ഡന്യാസ പരം ദാനം. ഒരുവനെ ദ്രോഹിക്കാതിരിക്കൽ തന്നെയാണ് ഏറ്റവും വലിയ ദാനം എന്നും മനസ്സിലാക്കി. എങ്ങനെ ദാനം ചെയ്യണം എന്ന ശ്രദ്ധയാദേയം, ഭിയാദേയം, സംവിധാദേയം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ശ്രദ്ധയോടുകൂടി, ഭയത്തോടുകൂടി, വിനയത്തോടുകൂടി ഇത്യാദികളൊക്കെ ഭഗവാൻ പറയുന്നു. ദാനം. തപസ്. തപസ് ആരാണോ തപസ് അനുഷ്ഠിക്കുന്നത് അവനെ സംബന്ധിച്ച് അത് സന്തോഷപൂർവമായിട്ടുള്ള ഒരു അനുഷ്ഠാനമായിരിക്കണം. ഒരിക്കലും സ്വശരീരത്തെയും മനസ്സിനെയും പീഡിപ്പിച്ചുകൊണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. തപസ്സിലും ഭഗവാൻ പറഞ്ഞു. ശാരീരികമായ തപസ്, മാനസികമായ തപസ്, വാചികമായ തപസ്. ഓർമ്മയുണ്ടല്ലോ? ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച ഓർമ്മയില്ലാത്തവരൊന്നുകൂടെ എടുത്തു വെച്ച് നോക്കുക. ഭഗവാൻ ഇതിനെ ഒന്നും കൂടെ സംഗ്രഹിച്ചിട്ട് പറഞ്ഞു. യജ്ഞം, ദാനം, തപസ്, ഈ കർമ്മങ്ങൾ ഇതെല്ലാം ത്യാജ്യം, ത്യജിക്കാൻ പാടുള്ളതല്ല. എന്റെ നിശ്ചയമായ അഭിപ്രായമാണ്. അപ്പം ഇതില് നമ്മുടെ സംശയം തീരണം. എന്ത് സംശയം? എന്തൊക്കെ ഒഴിവാക്കാം, എന്തൊക്കെ ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ കർമ്മങ്ങളെല്ലാം ഞാൻ യജ്ഞമാക്കുന്നുവെങ്കിൽ എനിക്കിവിടെ എന്താ ഒഴിവാക്കാനുള്ളത്? ഒന്നുമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനെ, ഭഗവാനെ പോലെ ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ, ഈ മനഃശാസ്ത്രകാരന്മാരുടെ ഒക്കെ പിതാവാണെന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഒരാളെ യുദ്ധത്തിന് തയ്യാറാക്കിയെങ്കിൽ ആരാണ് അദ്ദേഹം? ഈ യുദ്ധത്തെ യജ്ഞമാക്കുക, ആ കലയൊന്ന് ആലോചിച്ചു നോക്കും. അത് നമുക്ക് നന്നായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. കുറച്ചൊന്നും ആലോചിച്ചാൽ പോരാന്ന് പറയും. യുദ്ധത്തെ യജ്ഞമാക്കാൻ പോകുന്ന പാകത്തിന് ഒരുവനെ വളർത്തിയെങ്കിൽ അതുകൊണ്ട് ത്യാജ്യം, അതിനെ ത്യജിക്കാൻ പറ്റുന്നതല്ല. തത്കാര്യം, അതെന്താണ്? അത് ചെയ്യേണ്ടുന്നത് തന്നെ. കാര്യമേവ, തത്കാര്യമേവ, അത് ചെയ്യേണ്ടത് തന്നെ. യജ്ഞ, യജ്ഞം, ദാനം, ദാനം, തപസ്സും. മനീഷിണ, മനീഷികൾക്ക് പാവനാനിയേവ, പരിശുദ്ധങ്ങളാണ്. അങ്ങനെ മനീഷികളെയും കൂടെ ഭഗവാൻ ഒന്ന് ക്ലിയറാക്കി വെച്ചു എന്ന് പറയാം. ഇതൊക്കെ ഇനി വല്ല മനീഷി ഇതിന് എതിരഭിപ്രായം പറയാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുണ്ടല്ലോ മനീഷികൾക്ക്. അപ്പൊ പിന്നെ മനീഷികൾക്ക് ഒന്നും ഉണ്ടാൻ പറ്റില്ല. അവരെയും ശരിയാക്കി. അവരെ സംബന്ധിച്ച് എന്താ? അവർക്കും ഈ യജ്ഞവും ദാനവും തപസ്സും ശ്രേയസ്കരങ്ങളായിട്ട് അവരും കരുതുന്നു. അതുകൊണ്ട് എന്റെ അഭിപ്രായം ഇതാണ്. യജ്ഞം, ദാനം, ദാനത്തെക്കുറിച്ച് പറഞ്ഞു. രാജസികമായിട്ടുള്ളത്, സാത്വികമായിട്ടുള്ളത്, താമസികമായിട്ടുള്ളത്. അതിൽ നിന്ന് ഉപരിയായി മഹാഭാരതത്തിലെ ദാനത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി ദണ്ഡന്യാസ പരം ദാനം. ഒരുവനെ ദ്രോഹിക്കാതിരിക്കൽ തന്നെയാണ് ഏറ്റവും വലിയ ദാനം എന്നും മനസ്സിലാക്കി. എങ്ങനെ ദാനം ചെയ്യണം എന്ന ശ്രദ്ധയാദേയം, ഭിയാദേയം, സംവിധാദേയം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ശ്രദ്ധയോടുകൂടി, ഭയത്തോടുകൂടി, വിനയത്തോടുകൂടി ഇത്യാദികളൊക്കെ ഭഗവാൻ പറയുന്നു. ദാനം. തപസ്. തപസ് ആരാണോ തപസ് അനുഷ്ഠിക്കുന്നത് അവനെ സംബന്ധിച്ച് അത് സന്തോഷപൂർവമായിട്ടുള്ള ഒരു അനുഷ്ഠാനമായിരിക്കണം. ഒരിക്കലും സ്വശരീരത്തെയും മനസ്സിനെയും പീഡിപ്പിച്ചുകൊണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. തപസ്സിലും ഭഗവാൻ പറഞ്ഞു. ശാരീരികമായ തപസ്, മാനസികമായ തപസ്, വാചികമായ തപസ്. ഓർമ്മയുണ്ടല്ലോ? ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച ഓർമ്മയില്ലാത്തവരൊന്നുകൂടെ എടുത്തു വെച്ച് നോക്കുക. ഭഗവാൻ ഇതിനെ ഒന്നും കൂടെ സംഗ്രഹിച്ചിട്ട് പറഞ്ഞു. യജ്ഞം, ദാനം, തപസ്, ഈ കർമ്മങ്ങൾ ഇതെല്ലാം ത്യാജ്യം, ത്യജിക്കാൻ പാടുള്ളതല്ല. എന്റെ നിശ്ചയമായ അഭിപ്രായമാണ്. തുടർന്ന് പറയുന്നു. ഏതാന്യപി തു കർമാണി സംഗം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. ഭഗവാൻ പറയുന്നു, യജ്ഞദാന തപസ് ഇതെല്ലാം തന്നെ എന്താണ്? ചെയ്യേണ്ട കർമ്മങ്ങൾ തന്നെയാണ്. പക്ഷെ ഞാൻ ഒന്നുകൂടെ പറയാം എന്നോട്, എങ്ങനെയാണ് ഇത് അനുഷ്ഠിക്കേണ്ടത്, എങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്ന്.
അതുകൊണ്ട് ഇതിന്റെയൊക്കെ പ്രവൃത്തി പദത്തില് എപ്രകാരത്തിൽ ഇത് കരചരണങ്ങളിലേക്ക് ആവാഹിക്കണം, എന്നിട്ട് അതിനെ എങ്ങനെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള കാര്യം ഭഗവാൻ ഒന്നുകൂടെ പറയാൻ പോവാ. ഏതാനി അതി തു കർമാണി സംഘം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനി ഇതി മേ പാർത്ഥ നിശ്ചിതം മതം ഉത്തമം. ഹേ പാർത്ഥ, അല്ലയോ അർജുന, ഏതാനി കർമാണി അപി, ഈ കർമ്മങ്ങൾ പോലും ഏതാണ്? നേരത്തെ പറഞ്ഞുവല്ലോ, അതൊക്കെ സംഘം, അത് സംഘത്തെ, ആസക്തിയെ, മമതയെ, ഫലം, അതിന്റെ പ്രയോജനത്തെയും ത്യക്ത്വ, ത്യജിച്ചിട്ട് കർത്തവ്യാൻ, ചെയ്യപ്പെടേണ്ടതാണ്. അപ്പൊ ഞാനത് പ്രത്യേകം പറയാം. ഇതിലെന്തു വേണം? ഈ പറഞ്ഞ യജ്ഞത്തിലും ദാനത്തിലും തപസ്സിലും നീ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നുണ്ട്. അതപ്പോഴേ അതാകുന്നുള്ളൂ എന്ന് പറയാം. യജ്ഞമാകണമെങ്കിൽ സംഘം ത്യജിക്കണം, അല്ലെങ്കിൽ അത് യജ്ഞമല്ല. അതുകൊണ്ടാണ് എന്താ യക്ഷന്റെ യജ്ഞം യുദ്ധമായത്. അതിൽ അഹങ്കാരം ഉണ്ടായിരുന്നു പറയല്ലേ. യക്ഷൻ നടത്തിയത് യജ്ഞമാണ്. ഇതുവരെ ആരും നടത്താത്ത ഒരു യജ്ഞം തന്നെ ആവാം എന്ന് കരുതി. പക്ഷെ അത് യജ്ഞമായില്ല എന്ന് പറയാം. അദ്ദേഹത്തിന്റെ അഹങ്കാരമൊക്കെ ഉള്ളതുകൊണ്ട് അത് യുദ്ധമായി. അതുകൊണ്ട് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് ഇതാണ്. എന്താണ്? സംഘം ഫലം ത്യക്ത്വ. അതില് ഞാൻ ചെയ്യുന്നു എന്നതും അതിന്റെ ഫലത്തിലുള്ള ചിന്തയെയും ത്യജിക്കണം. ഇതിനെ നിശ്ചിതം ഉത്തമം മതം. ഇതെന്റെ നിശ്ചയിച്ചുറപ്പിച്ച ഉത്തമമായ ശ്രേഷ്ഠമായ അഭിപ്രായമാണ്. ഇതിന്റെ മുകളിലേക്ക് എനിക്ക് ഒന്നും പറയാനില്ല. അതുകൊണ്ട് നീ ഇതിനെ ഉപേക്ഷിച്ചേ മതിയാകും. ഏത്? സംഘം. നീ അതിന് തയ്യാറാവണം എന്ന് പറയാം. അത്തരത്തിലൊരു തയ്യാറെടുപ്പ് ഒരു തരത്തിലുള്ള അടയാളവും വീഴ്ത്താൻ പാടില്ല നിന്റെ ഈ യജ്ഞത്തിലും ദാനത്തിലും തപസ്സിലും ഒക്കെ. സ്വാമിജി പറയും പറവകളെ പോലെ എന്ന് പറയും. ആകാശത്തിൽ പാടുകൾ വീഴ്ത്താതെയാണ് അവർ സഞ്ചരിക്കുന്നത്, ഒരു പാടുകളും വീഴ്ത്താതെ. നമ്മുടെ കർമ്മങ്ങളെല്ലാം അങ്ങനെയായിരിക്കണം, പാടുകൾ വീഴ്ത്താതെ. അല്ലെങ്കിലൊക്കെ കർമ്മ സിദ്ധാന്തത്തില് അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് വലിയ, അവർ പറയും 1000 പശുക്കളുടെ ഇടയിൽ ഒരു തള്ളപ്പശു, 1000 പശു ഉണ്ടെന്നിരിക്കട്ടെ, അതിന്റെ ഇടയിൽ പശുക്കുട്ടി അതിന്റെ തള്ളയെ കണ്ടുപിടിക്കുന്ന ഇതുപോലെ കർമ്മഫലം വന്നു ചേരുന്ന. യഥാധേനു സഹസ്രേഷു വത്സോ വിന്ദതി മാതരം. യഥാധേനു സഹസ്രേഷു വത്സോ വിന്ദതി മാതരം തഥാ പുരാകൃതം കർമ്മ കർത്താരം അനുഗച്ഛതി. അവൻ ചെയ്ത കർമ്മത്തിന്റെ അതങ്ങനെ തെരഞ്ഞു പിടിച്ചിട്ട് വരും എന്നാണ്. പശുവിന് തെറ്റില്ല, പശുക്കുട്ടിക്ക് തെറ്റില്ല എന്നാണ്. തള്ളപ്പശുവിനെ അത് ഇത്ര എണ്ണത്തിന്റെ ഇടയിൽ പോയിട്ട് ഓടി വന്നിട്ട് ആ തള്ളയുടെ അകിട്ടിൽ നിന്ന് മാത്രമേ കുടിക്കുള്ളൂ. നമുക്ക് ചിലപ്പോൾ കുട്ടികളെയൊക്കെ തെറ്റിപ്പോകും. ഏതെങ്കിലും ഒരു കുട്ടിയെ കൈ പിടിച്ചിട്ട് കുട്ടി കരയുന്നുണ്ടാവും, എന്നാ പിടിപ്പം മുറുക്കും. വീട്ടിലെത്തി നോക്കുമ്പോഴായിരിക്കും കുട്ടി മാറിയതൊക്കെ അറിയാം. സ്വാമി അത്രയൊന്നും വേണ്ട. അല്ല, ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ നമ്മളതിന് ഒരു എന്താ പറയാ, ഇത്തരത്തില് ഒരു തപസ്, യജ്ഞം, ദാനം ഇതൊക്കെ കടന്നു വരട്ടെ നമ്മുടെ ഉള്ളില്. അതിനായിട്ട് നമ്മളെ സജ്ജമാക്കേണ്ടതുണ്ട്. എന്താ ഏത് തരത്തിലാണ് സജ്ജമാക്കേണ്ടത്? ഭഗവാനെ ആദ്യം പ്രതിഷ്ഠിക്കണം. മൂപ്പര് ചെയ്യട്ടെ കാര്യങ്ങള്. ഇപ്പൊ ഞാനാണ് ചെയ്യുന്നത്. ഡ്രൈവർ അദ്ദേഹം ആകട്ടെ, വണ്ടി ഓടിക്കുന്നത് മൂപ്പരാകട്ടെ എന്ന് പറയാം. മൂപ്പര് എന്ന് പറഞ്ഞാൽ അറിയാലോ, കോഴിക്കോടൻ ഭാഷയിൽ പറയുന്നു മൂപ്പര്. അദ്ദേഹമാകട്ടെ. ഇത് നമ്മളെല്ലാറ്റിനും നമ്മൾ അഥവാ വല്ല ഭഗവാനെ തന്നെ വരവേൽക്കുന്നത് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ ഉപായങ്ങൾ കണ്ടെത്തും. മുല്ല കുറച്ച് ദിവസമായി മൂപ്പരെ കേട്ടിട്ടില്ലേ? മുല്ലയ്ക്ക് കഴുതയെ കൂടാതെ ഒരു നായയും കൂടെ ഉണ്ടായിരുന്നു.
അപ്പൊ നായയുടെ വാല് മുറിക്കണം എന്ന് മുല്ലയ്ക്ക് തോന്നി. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതൊന്ന് മുറിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ഡോക്ടർ ചോദിച്ചു, എന്തിനാ ഇത്? നല്ല വാലാണല്ലോ, നല്ല നായ, നല്ല വാല്, ഇതെന്തിനാ മുറിക്കുന്നത്? അല്ല, അതൊരു രഹസ്യമാണ്. എന്താ രഹസ്യം? എന്റെ ഭാര്യയുടെ അമ്മ വീട്ടിലേക്ക് വരാൻ പോകുന്നു. അപ്പൊ ഞാൻ അവിടുന്ന് എല്ലാം മാറ്റി അവരെ വരവേൽക്കാൻ ഒരാൾ പോലും ഉണ്ടാകരുത്. അതുകൊണ്ട് ഇവൻ അവിടെ ഉണ്ടാവും. ഇവൻ വാലാട്ടെന്ന് പറയാം, അതും അനുവദിക്കാൻ പാടുന്നു. അതുകൊണ്ട് ഞാൻ തയ്യാറെടുത്തിരിക്കുക, ഒരു ഇഞ്ച് വിടില്ല എന്ന് പറയാം. പക്ഷെ നമ്മൾ കുറച്ച് അനുവദിച്ചു കൊടുക്കണം. ആരെ? ഭഗവാൻ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എങ്ങനെ അതിനെ പവിത്രീകരിക്കാം? ഓം തത്സദിതി, അല്ലേ? ഓം എന്നും തതെന്നും സതെന്നും പറഞ്ഞുകൊണ്ട് ദാനധർമാദികൾ ചെയ്യുന്നുവെങ്കിൽ അതെല്ലാം, ഏത് കർമ്മവും ഓം തത്സദിതി, ആ ബ്രഹ്മത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശമാണ്. അതിലൂടെ നീ അതിനെ പവിത്രമാക്കൂ. ഭഗവാൻ വീണ്ടും എന്താ പറഞ്ഞത്? എന്റെ ഉത്തമമായ നിശ്ചയിച്ചുറപ്പിച്ച അഭിപ്രായം അർജുന ഇതാണ്, സംഘവും ഫലവും അതിൽ നിന്ന് നീ ത്യജിക്കേണ്ടതാണ്. നിയതസ്യ തു സന്യാസഃ കർമ്മണോ നോപപദ്യതേ മോഹാത് തസ്യ പരിത്യാഗഃ താമസഃ പരികീർത്തിതഃ. നിയതസ്യ തു സന്യാസഃ കർമ്മണഃ ന ഉപപദ്യതേ മോഹാത് തസ്യ പരിത്യാഗഃ താമസഃ പരികീർത്തിതഃ. ഇവിടെ ഭഗവാൻ പറഞ്ഞത് സാത്വികമായിട്ടുള്ള ഒരു ഭാവത്തെക്കുറിച്ചാണ് തൊട്ട് മുൻപ് പറഞ്ഞത്. എന്താണ്? സംഘവും പറഞ്ഞുവല്ലോ, സംഘവും ഫലാസക്തിയും ത്യജിക്കുക എന്നുള്ളത്. തുടർന്ന് പറയുന്നു, നിയതസ്യ കർമ്മണഃ, നിയതമായ, നിയതം എന്ന് പറഞ്ഞാൽ അവശ്യം ചെയ്തിരിക്കേണ്ടുന്ന കർമ്മം. ധർമ്മത്തില് ഈ അർജുനൻ മുൻപ് ചോദിച്ചു, ഭഗവാനെ, ഈ ധർമ്മത്തിലേക്ക് കാലെടുത്ത് വെച്ച ഒരാൾക്ക് അതിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നതിന് മുൻപ് ദേഹം വിട്ടുപോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിരുന്നു, അല്ലേ? ചിന്നാഭ്രമിവ നശ്യതി എന്ന് ഉദാഹരണവും പറഞ്ഞിരുന്നു. ആ സമയത്തൊക്കെ ഭഗവാൻ ഇതിന്റെ ധർമ്മത്തിന്റെ ആചരണത്തിലൂടെ ഉണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ട് ദോഷങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യവായ ദോഷവും രണ്ട് ദോഷങ്ങളുണ്ടല്ലോ. ഈ വിപരീത ഫലവും പിന്നെ തുടങ്ങി വെച്ചതിന്റെ ആരംഭം പൂർത്തീകരിക്കാതെ ഇരിക്കുന്ന സമയത്തുണ്ടാകുന്ന ദോഷവും ഇത്യാദികളൊന്നും ഉണ്ടാകുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിയതസ്യ എന്ന് പറഞ്ഞാൽ അവശ്യം ചെയ്യേണ്ടുന്നതായ, ആ സമയത്ത് നമ്മൾ അവശ്യം ചെയ്യേണ്ടുന്നത് ഏതാണ്? ഒഴിച്ചുകൂടാൻ പാടില്ലാത്തത് നിത്യകർമ്മം, നൈമിത്തിക കർമ്മം. അതിനെ രണ്ടിനെയും കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നിയതമായ അവശ്യം ചെയ്യേണ്ടതായ കർമ്മണഃ, കർമ്മത്തിന്റെ സന്യാസം ന ഉപപദ്യത, അതൊരിക്കലും യുക്തമല്ല. ശ്രദ്ധിച്ചോളൂ. അപ്പം ഭഗവാൻ പറയുന്നത് ഒളിച്ചോട്ടമല്ല സന്യാസം. സന്യാസം ഒളിച്ചോടി നേടേണ്ടതല്ല. പിന്നെയോ അത് മുൻപ് സ്വാമി പറഞ്ഞു വാരി പുണരേണ്ടതാണ്, ഇല്ലേ? അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയാം. ഒരു ലക്ഷ്യം സാധിക്കണമെങ്കിൽ ഒളിച്ചോടേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ടോ നമ്മളെ പലതും സ്വാധീനിച്ചിട്ടുണ്ട്. വലിയ വലിയ സന്യാസിമാരുടെ ജീവിതമൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് അവരൊക്കെ വീടും കുടിയൊക്കെ ഉപേക്ഷിച്ചതുകൊണ്ടാണല്ലോ കിട്ടിയത് എന്ന്. അങ്ങനെയല്ല, അതുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് പറയാം. വീട് ഉപേക്ഷയ്ക്കലും ഇപ്പം രമണ മഹർഷിക്ക് അത് സാധിച്ചുവെങ്കിൽ രമണ മഹർഷി അങ്ങനെയല്ലേ കിട്ടിയത്, അല്ലെങ്കിൽ ബുദ്ധൻ അത് കിട്ടിയത് അങ്ങനെയല്ലേ? അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നിയതസ്യ കർമ്മണഃ സന്യാസഃ ന ഉപപദ്യതേ, നിയതമായ അവശ്യം ചെയ്യേണ്ടുന്നതായ കർമ്മത്തിന്റെ ത്യാഗം, ഉപേക്ഷ ഒരിക്കലും യുക്തമല്ല, അത് അനുകരണീയമല്ല, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതല്ല. മോഹാത് അജ്ഞാനം ഹേതുവായിട്ട്
തസ്യ ആ നിയതകർമ്മത്തിന്റെ അതിന്റെ പരിത്യാഗ ഉപേക്ഷ താമസ താമസം പരികീർത്തിത പറയപ്പെട്ടിരിക്കുന്നു. അപ്പൊ തൽക്കാലം ഭാര്യയുമായി വഴക്കടിച്ച് ആശ്രമത്തിൽ താമസിക്കാൻ പോകുന്നത്, സന്യാസം എടുക്കുന്നത് താമസികമായ സന്യാസമാണ്. അത് താമസിച്ചേ വരൂ. അതൊരു ഹേതുവാകുകയാണെങ്കിൽ കുഴപ്പമില്ല. ചിലപ്പം ഭാര്യയ്ക്ക് അതിന് സാധിച്ചു എന്ന് വന്നേക്കാം. ഇദ്ദേഹത്തിന് തീവ്രമായി സന്യാസത്തിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ. ചിലപ്പോൾ അത്തരം ശ്മശാന വൈരാഗ്യം എന്നൊക്കെ പറയും. വിരക്തിയിൽ നിന്നുണ്ടാകുന്ന ഈ ഉറ്റവരുടെ വിയോഗത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വൈരാഗ്യം. അത് കടുത്തമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ആലോചിക്കും, ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ജനിച്ചത് എന്നൊക്കെ. എന്നാ ശരി, ആശ്രമത്തിൽ സ്വാമിയുടെ അടുത്ത് പോയി ചോദിക്കാം. സ്വാമി പറഞ്ഞു, എന്നാ അവിടെ ഇരിക്കുക. അങ്ങനെ ചിലപ്പോൾ രക്ഷപ്പെടാം. പക്ഷെ അത് ഒന്നോ രണ്ടോ കേസിലൊക്കെ. അല്ലെങ്കിൽ നമ്മൾ ഓർമ്മയുണ്ടല്ലോ ഹിമാലയത്തിൽ അല്ലേ, എല്ലാം ത്യജിച്ചു. അവസാനം ഒരു കൗപീനം, എലി വന്നു, കരണ്ടു, പിന്നെ പൂച്ച വന്നു, പിന്നെ പശു വന്നു, പിന്നെ പശുവിനെ നോക്കാൻ പശുക്കാരി വന്നു, അവള് സഹധർമ്മിണിയായി, അതിൽ 3-4 കുട്ടികളായി. ഇല്ലേ? അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് അതിന്റെ ഈ പറഞ്ഞ അവശ്യം ചെയ്യേണ്ടുന്നതിന്റെ ത്യാഗം അത് താമസമാണ്. അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കൂ. അവശ്യം ചെയ്യേണ്ടുന്നത് ചെയ്യാതെ നാം ഇതിന് പുറപ്പെടുന്നുവെങ്കിൽ, ഇപ്പൊ ഭഗവാൻ സന്യാസം എന്ന് പറയുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കണേ, കാഷായം ഉടുക്കുന്ന കാര്യത്തിനല്ല, നിങ്ങളുടെ ഏത് സാധനയും. കാരണം ഇതിൽ നിന്ന് തന്നെ അത് കിട്ടാനുണ്ട് എന്നാ ഭഗവാൻ സൂചന തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് കറിക്ക് പച്ചക്കറി നുറുക്കുന്ന സമയത്ത് സന്യാസിക്ക് വ്യാസപീഠത്തിൽ ഇരുന്നാൽ എന്താണോ കിട്ടുന്നത്, അദ്ദേഹത്തിന് പ്രണവം ജപിക്കുന്ന സമയത്ത് ഏതൊരു ആനന്ദത്തെ കിട്ടുന്നുവോ അത് ഞാൻ നിനക്ക് ഇവിടെ പ്രദാനം ചെയ്യാന്നാ പറയുന്നത്. അത് കിട്ടണം. അതുകൊണ്ട് അവശ്യം ചെയ്യേണ്ടുന്നത് ചെയ്യാതെ ഇത് എല്ലാം ചെയ്തുകൊണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുറ്റടിക്കേണ്ടതാണെങ്കിൽ അത് ചെയ്തിട്ട് എല്ലാ ജോലികളും ചെയ്യുന്നതിന്റെ ഒന്നും മാറ്റിവെച്ച് നേടേണ്ടതല്ല. ഇതാണ് ഭഗവാൻ പറയുന്നത്. മാറ്റിവെച്ച് നേടാൻ ശ്രമിക്കുന്നത് താമസമാണ്. എന്താണെന്നറിയോ? നീ ഇവിടെ നഷ്ടപ്പെടുത്തുന്നു, എന്നിട്ട് നീ അവിടെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ നിനക്ക് അവിടെ കിട്ടില്ല. ഇവിടെ കിട്ടാതെ നിനക്ക് എങ്ങനെ അവിടെ കിട്ടും? അതുകൊണ്ട് ശ്രദ്ധിക്കണം, അത് താമസമാണ്. തുടർന്ന് ദുഃഖമിത്യേവ യത്കർമ്മ കായക്ലേശഭയാത് ത്യജേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. ദുഃഖമിതി ഏവ യത് കർമ്മ കായക്ലേശഭയാത് ത്യജേത് സകൃത്വാ രാജസം ത്യാഗം ന ഏവ ത്യാഗഫലം ലഭേത്. കായക്ലേശഭയാത്, ശരീരത്തിനെ ക്ലേശിപ്പിക്കുക, ശരീരക്ലേശഭയം കൊണ്ട് മാത്രം ഏവ. ദുഃഖം ഇതി, ദുഃഖം എന്ന് വെച്ച് യഹ യാതൊരുവൻ യത് കർമ്മ ത്യജേത്, യാതൊരു കർമ്മത്തെ ത്യജിക്കുന്നുവോ. പലരും ഈ ചിലതിനെയൊക്കെ ത്യജിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മൾ കുറുക്കന്റെ പേരിൽ ഒരു ആരോപണം നടത്തിയിട്ടുണ്ടല്ലോ. എന്താണത്? കുറുക്കന് മുന്തിരിങ്ങ പൊളിക്കുന്നു അല്ലേ? കുറുക്കൻ അങ്ങനെ ശരിക്കൊരു ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കുറുക്കൻ ആകെ ശ്രമിച്ചിട്ടുള്ളത് കോഴിയെ പിടിക്കാൻ. അതിലവൻ പരാജയപ്പെട്ടിട്ടുമില്ല. അപ്പൊ ഒരു കാര്യം നമുക്ക് പറ്റില്ല. അപ്പൊ പ്രമേഹ രോഗി പായസം ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാ? അത് ത്യാഗമല്ല. കാരണം അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അദ്ദേഹം ത്യാഗിയുടെ വേഷത്തിലാണ് ഇപ്പോ. ഭഗവാൻ പറയുന്നു, കായക്ലേശഭയാത് ഏവ ദുഃഖം യത് കർമ്മ ത്യജേത്. കായക്ലേശ ഭയം കൊണ്ട് മാത്രം ദുഃഖം എന്ന് വെച്ച് യാതൊരു കർമ്മത്തെ ത്യജിക്കുന്നുവോ സഹ അത് രാജസം ത്യാഗം,
രാജസമായിട്ടുള്ള ത്യാഗമാണ്. അതിനെ കൃത്വ ചെയ്തിട്ട് ത്യാഗഫലത്തെ ന ലഭേത്, അവന് കിട്ടുന്നുമില്ല എന്ന് പറയാം. അതുകൊണ്ട് ത്യാഗത്തിന്റെ ഫലം അവന് കിട്ടുന്നില്ല. അവൻ തൽക്കാലം ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാ? അവനത് ചെയ്യാൻ വയ്യ. ഭാര്യയെയും കുട്ടികളെയും അതുപോലെ മറ്റുള്ളവരെയും ഒക്കെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് അവന് ആ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോ പിന്നെ മൂപ്പര് തെരഞ്ഞെടുത്ത ഒരു മാർഗമാണ് ആശ്രമത്തിൽ പോവുക എന്നുള്ളത്. അപ്പൊ അവൻ എന്തുണ്ടാവും അറിയോ? അതിൽ നിന്നുള്ളതുമില്ല, ഇതിൽ നിന്നുള്ളതുമില്ല. അതുകൊണ്ട് അറിവിൽ അല്ല ത്യാഗമെങ്കിൽ, ത്യജിക്കുന്നതെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് പറയാം. ഭഗവാൻ തുടർന്ന് പറയണു, കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയതേർജുന സംഗം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗ സാത്വികോ മതഃ. കാര്യമിതി ഏവ യത് കർമ്മ നിയതം ക്രിയതേ അർജുന സംഗം ത്യക്ത്വാ ഫലം ച ഏവ സത്യാഗഃ സാത്വികഃ മതഃ. അർജുന, നിയതം കർമ്മ കാര്യമേവ ഇതി സംഗം ഫലം ച ത്യക്ത്വാ ഏവ ക്രിയതേ. നിയതം കർമ്മ, നിത്യമായ ചെയ്യേണ്ടുന്ന എല്ലാ കർമ്മത്തെയും കാര്യമേവ ഇതി, അത് ചെയ്യേണ്ടുന്നത് തന്നെയാണ്. ഞാൻ ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഇതായിരിക്കണം നമ്മുടെ ഒരു കർമ്മത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന മനോഭാവം. ഇത് ഞാൻ ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഇതെന്റെ അവസരമാണ് എന്ന് പറയാം. ഏത് കർമ്മവും. അതിപ്പം ഒരു ദിവസം കുറച്ച് അധികം വീട്ടിൽ പാത്രം കഴുകാനുണ്ട് എങ്കിൽ അന്ന് നോക്കുമ്പം വെള്ളവുമില്ല, തൊട്ട് കിണറ്റിന്ന് കോരണമെങ്കിൽ ഇത് ഞാൻ ചെയ്യാൻ തെരഞ്ഞെടുക്കപ്പെട്ട, അല്ലാതെ ഇതെന്റെ യോഗം, അല്ലാതെ എന്താ എന്റെ ഫലം, ഇത് ഒരു കാലത്തും ഞാൻ ഇതിന്ന് രക്ഷപ്പെടും എന്ന് തോന്നില്ല. അങ്ങനെയല്ല, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്ന മട്ടില് കർമ്മം കാര്യമേവ ഇതി, ആ ചെയ്യേണ്ടുന്നത് തന്നെ എന്ന് വിചാരിച്ചിട്ട് എന്തു വേണം? സംഘം, കർമ്മത്തിലുള്ള ആ ശക്തിയെ, സംഘത്തെ, അതുപോലെ തന്നെ ഫലം ച, ഫലത്തെയും ത്യക്ത്വ, ഉപേക്ഷിച്ചിട്ട് തന്നെ ഏവ ക്രിയതേ, ചെയ്യുന്നു. കാര്യമിതി ഏവ യത് കർമ്മ നിയതം ക്രിയതേ അർജുന സംഘം ത്യക്ത്വ ഫലം ച ഏവ സത്യാഗഃ സാത്വികഃ മതഃ. അർജുന, നിയതം കർമ്മ കാര്യമേവ ഇതി സംഘം ഫലം ച ത്യക്ത്വ ഏവ ക്രിയതേ. നിയതം കർമ്മ, നിത്യമായ ചെയ്യേണ്ടുന്ന എല്ലാ കർമ്മത്തെയും കാര്യമേവ ഇതി, അത് ചെയ്യേണ്ടുന്നത് തന്നെയാണ്. ഞാൻ ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഇതായിരിക്കണം നമ്മുടെ ഒരു കർമ്മത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന മനോഭാവം. ഇത് ഞാൻ ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഇതെന്റെ അവസരമാണ് എന്ന് പറയാം. ഏത് കർമ്മവും. അതിപ്പം ഒരു ദിവസം കുറച്ച് അധികം വീട്ടിൽ പാത്രം കഴുകാനുണ്ട് എങ്കിൽ അന്ന് നോക്കുമ്പം വെള്ളവുമില്ല, തൊട്ട് കിണറ്റിന്ന് കോരണമെങ്കിൽ ഇത് ഞാൻ ചെയ്യാൻ തെരഞ്ഞെടുക്കപ്പെട്ട, അല്ലാതെ ഇതെന്റെ യോഗം, അല്ലാതെ എന്താ എന്റെ ഫലം, ഇത് ഒരു കാലത്തും ഞാൻ ഇതിന്ന് രക്ഷപ്പെടും എന്ന് തോന്നില്ല. അങ്ങനെയല്ല, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്ന മട്ടില് കർമ്മം കാര്യമേവ ഇതി, ആ ചെയ്യേണ്ടുന്നത് തന്നെ എന്ന് വിചാരിച്ചിട്ട് എന്തു വേണം? സംഘം, കർമ്മത്തിലുള്ള ആ ശക്തിയെ, സംഘത്തെ, അതുപോലെ തന്നെ ഫലം ച, ഫലത്തെയും ത്യക്ത്വ, ഉപേക്ഷിച്ചിട്ട് തന്നെ ഏവ ക്രിയതേ, ചെയ്യുന്നു. അങ്ങനെയാണെങ്കിലോ ഇതി യത്, യാതൊരുവനാണോ ഇപ്രകാരത്തിൽ കർമ്മം ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള യാതൊരു കർമ്മമുണ്ടോ അതിനെ ത്യാഗ, ആ ത്യാഗം സാത്വിക മത, എന്റെ അഭിപ്രായത്തിൽ അതാണ് സാത്വികമായ കർമ്മം എന്ന് പറയുക. സാത്വികമാകുന്നു ആ ത്യാഗം. എന്താ വേണ്ടത് അതില്? കർമ്മഫലത്തോട് ഒരു തരത്തിലുള്ള സംഘവുമില്ലാതെ. ഭഗവാൻ വീണ്ടും ഇത് തന്നെയാണ് ഉറപ്പിക്കുന്നത് എന്ന് പറയാം. അപ്പൊ എങ്ങനെയെങ്കിലും അത് വീണു പോകരുത്. വീണ്ടും മുല്ല ഒരിക്കല് പുഴയിൽ പെട്ടു. അപ്പൊ പുഴയിൽ എങ്ങനെ ഒഴുകുന്ന സമയത്ത് അദ്ദേഹം ഈശ്വരനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ
ഞാൻ അങ്ങേയറ്റം ആരാധിക്കുന്നു, അങ്ങയെ ഞാൻ പുകഴ്ത്തിക്കോളാം, അങ്ങ് പറഞ്ഞിട്ടുള്ള അങ്ങയുടെ വേദപുസ്തകത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചോളാം, ഭഗവാനെ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പം ഒരു മരത്തിന്റെ കൊമ്പ് താഴ്ന്നു കിടക്കുന്നു, അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതിൽ കയറി പിടിച്ചു വളരെ സുഖമായിട്ട് മുല്ല അങ്ങനെ കയറി. മുല്ലയ്ക്ക് തോന്നിയാവൂ. അപ്പൊ പറഞ്ഞു, ഭഗവാനെ അങ്ങ് വിഷമിക്കേണ്ട, ഞാൻ സുരക്ഷിതനാണ്. പറയലും കൊമ്പ് പൊട്ടി താഴെ. അപ്പൊ മുല്ല പറയാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങേക്കൊരു തമാശ പോലും മനസ്സിലാവില്ലല്ലോ, അങ്ങിങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാം. ഇങ്ങനെയാണ് മനസ്സെന്ന് പറയാം. അതുകൊണ്ട് സംഘത്തെയും ആ ഫലത്തിലുള്ള ചിന്തയെയും നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അതിനാണല്ലോ പണ്ടുള്ളവർ പാലം എന്താ അത് തന്നെ അത് പറ്റില്ല എന്ന് പറയാം. നദ്വേഷ്ട്യ കുശലം കർമ്മ കുശലേനാനുഷജ്ജതേ ത്യാഗീ സത്വസമാവിഷ്ടഃ മേധാവീ ഛിന്ന സംശയഃ. നദ്വേഷ്ടി അകുശലം കർമ്മ കുശലേ നാനുഷജ്ജതേ ത്യാഗീ സത്വസമാവിഷ്ടഃ മേധാവി ഛിന്ന സംശയഃ. സത്വസമാവിഷ്ടഃ, സത്വഗുണ പ്രധാനിയായിട്ടുള്ള ആ ത്യാഗി, സത്വഗുണ സമ്പന്നൻ, ആ ഗുണങ്ങളാൽ പ്രഭാവിതമായിട്ടുള്ളവൻ, അവന് നല്ല തെളിമയുണ്ട് അവന്റെ കർമ്മങ്ങളിൽ എന്ന് പറയാം. കാരണം ആ ഗുണങ്ങളാൽ അവൻ അനുഗ്രഹീതനാണ്, അതവനെ അങ്ങേയറ്റം സ്വാധീനിച്ചിരിക്കുന്നു എന്ന് പറയാം. അങ്ങനെയുള്ള ത്യാഗി, ഭഗവാൻ പറയുന്നത് ത്യാഗി എന്നാണ്, സാത്വിക ത്യാഗി. അകുശലം എന്ന് പറഞ്ഞാല് മംഗളം അല്ലാത്ത കർമ്മ അവൻ മംഗളമല്ലാത്ത കർമ്മത്തെ ദ്വേഷിക്കുന്നില്ല, വെറുക്കുന്നില്ല. അതുകൊണ്ട് യുദ്ധത്തെ അവൻ വെറുക്കുന്നില്ല. ആരാണോ യുദ്ധത്തെ വെറുക്കുന്നത് അവൻ യുദ്ധത്തെ സ്നേഹിക്കുന്നുണ്ടെന്നാണ്. വലിയൊരു മനഃശാസ്ത്രമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ യുദ്ധത്തിനെതിരായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ യുദ്ധം ഉള്ളതുകൊണ്ടാണ്. ഒരു സമദർശിക്ക് യുദ്ധം, അയാള് ഒന്നിനും എതിരല്ല. അതൊക്കെ ഗീതയിൽ മാത്രം കാണുന്ന സന്ദേശങ്ങളാണ്. വേറെ എല്ലായിടത്തും മഹത് വചനങ്ങള്, ദൈവവാക്യങ്ങൾ എന്ന് പറഞ്ഞ് കേൾക്കുന്നതൊക്കെ ഉപദേശങ്ങളായിരിക്കും. ഇത്ര വ്യക്തതയുള്ള, അതുകൊണ്ടാണ് ഇത് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മൾ ഏതിനെയാണോ നിരാകരിക്കാൻ ശ്രമിക്കുന്നത് അത് ഇരട്ടി ശക്തിയിൽ നമ്മുടെ ഉള്ളിലുണ്ട് എന്നാണ്. സമാധാനം എന്ന് പറയുന്ന സമാധാന സേനയുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ AK-47. ഏറ്റവും വലിയ വിരോധാഭാസമല്ലേ? സമാധാന സേനയുടെ കയ്യിൽ വേണ്ടത് എന്താണ്? അമേരിക്കൻ സമാധാന സേനയുടെ കയ്യിൽ സ്വാഭാവികമായും ഇരിക്കേണ്ടത് ജപമാലയും ബൈബിളും ആയിരിക്കണം. അവരുടെ കൂടുതൽ അതാണല്ലോ. സ്വാമി അല്ലെങ്കിൽ ഖുറാനോ ഗീതയോ എന്തെങ്കിലും വെക്കട്ടെ, വേദപുസ്തകങ്ങളായിരിക്കട്ടെ. പക്ഷെ അവർ പറയുന്നു ഒറ്റയൊന്നും മിണ്ടിപ്പോരുത്, മിണ്ടിയ വെടിവെക്കുന്ന പറയുന്നത്. അതുകൊണ്ട് മംഗളകരമല്ലാത്തതിനെയും ഒരുവൻ ദ്വേഷിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാനെ പോലെ ഒരാൾക്ക് നിരായുധനായിട്ട് ആ യുദ്ധഭൂമിയിൽ നിൽക്കണമെങ്കിൽ അദ്ദേഹം അതിനെ ദ്വേഷിക്കുന്നില്ല. അങ്ങനെ ഒരാൾക്ക് അവിടെ നിൽക്കാൻ തന്നെ യോഗ്യതയുള്ളൂ. ശരിക്കും ആ വാക്കാണ് ഉപയോഗിക്കേണ്ടത്. യുദ്ധഭൂമിയിൽ ഭാരതം കാണുന്ന യുദ്ധം, അല്ലെങ്കിൽ ഭാരതീയ മനസ്സ് യുദ്ധശാസ്ത്രത്തെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. വിദ്വേഷമില്ലാത്ത ഒരു കളി, ഒരു ലീല. അതിനാണ് ഭഗവാൻ വന്നിട്ടുള്ളത്. അതിന്റെ നേതൃത്വമാണ് താൻ ഏറ്റെടുക്കുന്നത്. ഒരു കഥ പറഞ്ഞത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? 2 രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്തിട്ടുള്ളത്. അവസാന സമയത്ത് അദ്ദേഹം മുഖത്തേക്ക് തുപ്പുമ്പം അവസാനിപ്പിക്കുന്നത്, യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്,
വിദ്വേഷത്തിൽ യുദ്ധം ചെയ്യാൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ പല നാടൻ എല്ലാ മുറകളും, ഇപ്പൊ കളരി ആകട്ടെ, ഇതുപോലുള്ള പലതും ആകട്ടെ, അത് ഒരാളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയല്ല അവർ പഠിപ്പിക്കുന്നത്. അവരുടെ രീതി അങ്ങനെയാണ്. ഭാരതത്തിലെ എല്ലാ അഭ്യാസമുറകളും ശീലിപ്പിച്ചിട്ടുള്ളത് ഗുരു ശിഷ്യന്മാർ തമ്മിൽ ഇങ്ങനെയാണ്. ഈ ഒരു കരാറുണ്ട്. ഒരുവനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയല്ല ഇത് പഠിപ്പിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ട് അശ്വത്ഥമാവ് മാത്രം പ്രവർത്തിച്ചത്. അശ്വത്ഥമാവ് അതുപോലെ മറ്റു പലരും. ഏതായാലും ഭഗവാന്റെ അഭിപ്രായം ഇതാണ്. അകുശലം കർമ്മ ന ദ്വേഷ്ടി. മംഗളമല്ലാത്ത ഒന്നിനെയും അവൻ ദ്വേഷിക്കുന്നില്ല. നമ്മളും മംഗളമല്ലാത്ത ഒന്നിനെയും ദ്വേഷിക്കാൻ പോണ്ട. നമുക്ക് പലതും വർത്തമാന പത്രം വായിക്കുമ്പോൾ ടി വി കാണുമ്പോഴൊക്കെ ശരിയാക്കണം എന്ന് തോന്നില്ലേ? പല്ലിങ്ങനെ കടിക്കാറില്ലേ? വേണ്ടെന്ന് പറയാം. വെറുതെ തേയ്മാനം വരുത്തണ്ട. ഇത്ര മാത്രം തീരുമാനിച്ചാൽ മതി. എന്നാൽ എന്റെ കരചരണങ്ങളാൽ ഇത്തരത്തിലൊരു കർമ്മം എന്നെ ചെയ്യിക്കാൻ തെരഞ്ഞെടുക്കരുതേ. അത്രയൊക്കെ പറയാം. അത്രയും മതി. പക്ഷെ ഒരു ജ്ഞാനിയുടെ തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അതുമില്ല. എല്ലാം നോക്കി കണ്ട് നിശബ്ദനായിട്ട് ഇരിക്കുക എന്നുള്ളതാ. കുശലെ ഇനി മംഗളകർമ്മത്തിൽ ന അനുഷജ്ജതേ. അവൻ ബന്ധിതനാകുന്നുമില്ല. എന്നാ അത് കുറെ ചെയ്യാം. ഞാൻ ഒരു സാത്വികനാണ്. ഞാൻ സത്കർമ്മം മാത്രമേ ഈ ലോകത്തിൽ ചെയ്തിട്ടുള്ളൂ. ഭഗവാൻ പറയുന്നു വേണ്ടെന്നാ. നിങ്ങളുടെ സത്കർമ്മവും വേണ്ട. ഭഗവാൻ പറയുന്ന കർമ്മം ഇതാണ്. ഫലം സംഘം ത്യക്തുക. ഇതാണ് ഉപേക്ഷിക്കേണ്ടത്. ഇതിനാണ് ആരും തയ്യാറല്ലാത്തത്. ഇതാണ് ആർക്കും പറ്റാത്തത് എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് സാമൂഹ്യ സേവനം, ആശ്രമ പ്രവർത്തനം, മറ്റു പ്രവർത്തനങ്ങളൊക്കെ നമുക്കതിൻ്റെയൊക്കെ പിറകിൽ കുറച്ചെങ്കിലും ഇതുണ്ട്. എനിക്ക് കുറച്ച് സേവിക്കണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ സേവനമൊന്നും ഇല്ലെങ്കിൽ ഞാൻ വല്ലാതെ വിഷമിക്കും. എനിക്ക് നിസ്വാർത്ഥമായിട്ട് ആരെങ്കിലും സേവിക്കേണ്ടതുണ്ട്. അത് ഉള്ളിലുള്ള ഒരു സംഘം തന്നെയാണ്. ഭഗവാൻ പറയുന്നു, കുശലേ ന അനുഷജ്ജതേ. മംഗളകർമ്മത്തിലും അവൻ ആസക്തനല്ല. ഹി എന്തുകൊണ്ടെന്നാൽ സഹ അവൻ മേധാവി. അവൻ ധാരണയുള്ളവനാണ്, മേധയുള്ളവനാണ്. അവനിലോ ചിന്ന സംശയ. അവൻ സംശയമറ്റവനാണ്. സംശയത്തിന്റെ ഒരു കണിക അവനിൽ അവശേഷിക്കുന്നില്ല എന്നുള്ളതിനാൽ അവനിൽ ഒന്നിനോട് ചായ്വോ ഒന്നിനോട് വിരോധമോ ഒന്നുമില്ല. അവൻ നിലനിൽക്കുന്നു. അവനാണ് നിലനിൽക്കുന്നത്. വേറെയുള്ളവരൊക്കെയോ ഓരോ പക്ഷത്ത് ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് ഭഗവാന് നിൽക്കാൻ സാധിക്കും, ഒരു വിഷമവും ഇല്ലാതെ. അതുകൊണ്ട് അർജുനനെ ഭഗവാന്റെ ആ നിൽപ്പിലേക്ക് തന്നെയാണ് കൊണ്ടുവരാനുള്ള ശ്രമം. ഭഗവാന്റെ ഉദ്യമം അതാണ്. താനാക്കി തീർക്കുക. അതിൽ കുറഞ്ഞ ഒരേർപ്പാടും ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല അർജുനനിൽ നിന്ന്. അതിനൊരു അടിച്ചേൽപ്പിക്കലിന്റെ ഒരു രീതിയുണ്ടോ? അതുമില്ല. സ്വതന്ത്രമായ വിചാരത്തിന് അർജുനനെ തയ്യാറാക്കുന്നു. നമ്മളെയും ഗീത അതാ ചെയ്യുന്നത്. അതാണ് ഗീതയുടെ മഹത്വം എന്ന് പറയാം. ഗാന്ധിജി പറയുന്നുണ്ടല്ലോ, ആ വാതിലിലേക്ക് മുട്ടി വിളിച്ചു കഴിഞ്ഞു, ആ വാതിലിലൂടെ കടന്നു വരാൻ ഏവർക്കും ഗീത മാതാവ് അംബ സ്വാഗതം ചെയ്യുന്നു. ഏവരെയും അമ്മ സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, എന്താണ്? ന ദ്വേഷ്ടി കുശലേ ന അകുശലം കർമ്മ. മംഗളകരമല്ലാത്ത കർമ്മത്തിലും മംഗളകരമായിട്ടുള്ള കർമ്മത്തിലും ന അനുഷജ്ജതേ, എന്നാ ബദ്ധനാകുന്നില്ല എന്ന് പറയാം. ഇതിന്റെ ഗീതയുടെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു കാര്യമാണ്. തുടർന്ന് നഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമാണ്യശേഷതഃ യസ്തു കർമ്മഫലത്യാഗീ സത്യാഗീത്യഭിധീയതേ. ത്യക്തും കർമാണി അശേഷതഃ യഹ തു കർമ്മഫലത്യാഗി സത്യാഗി അഭിധീയതേ.
ദേഹഭൃത കർമാണി അശേഷതഃ ത്യക്തും ശക്യം. ദേഹഭൃത എന്ന് പറഞ്ഞാൽ ദേഹം ധരിച്ചിട്ടുള്ളവൻ, ശരീരമുള്ളവനാൽ കർമാണി കർമ്മങ്ങൾ അശേഷതഃ ത്യക്തും, അശേഷതഃ മുഴുവനായിട്ട് ഒരൽപ്പം പോലും ബാക്കി വയ്ക്കാതെ, ത്യക്തും ത്യജിക്കാൻ ശക്യം നഹി കഴിയപ്പെടാവുന്നതല്ല എന്ന് പറയാം, സാധിക്കുന്നതല്ല അത്. എന്തുകൊണ്ടെന്നാൽ യഹാതു യാതൊരുവനാകട്ടെ കർമ്മഫലത്യാഗി, കർമ്മഫലത്തെ ത്യജിക്കുന്നവനാകുന്നത് സത്യാഗി അവൻ ഇത് അഭിധീയതേ ശരിയായ ത്യാഗി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ വീണ്ടും പറയുന്നു, കർമ്മത്തിന്റെ ത്യാഗമല്ല അർജുന ആവശ്യമായിട്ടുള്ളത്, ആ ഫലത്തോടുള്ള സമീപനത്തിലാണ് മാറ്റം വേണ്ടത്. അപ്പം അവര് നിലകൊണ്ടിരിക്കുന്ന എവിടെയാണ് അർജുനൻ നിൽക്കുന്നത്, ഇത് ഭഗവാന് നന്നായിട്ട് ബോധ്യമായിട്ടുണ്ട്. അവിടുന്ന് ഇളക്കാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് പറയാം. നമ്മളൊരു സ്ഥലത്ത് ഒരു ഉറുമ്പ് നിൽക്കുന്ന ഉറുമ്പും കൂട്ടത്തിൽ പോയിട്ട് നിന്നിട്ട് ഉറുമ്പ് കടിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? മാറി നിൽക്കണ്ടേ അവിടുന്ന്? എന്നിട്ട് ഇവനിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. അതുകൊണ്ട് അവിടുന്ന് മാറ്റേണ്ടതുണ്ട്. അതാണ് ഭഗവാൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. അതുകൊണ്ട് ഇവിടെ കർമ്മഫലത്യാഗി സത്യാഗി ഇത് അഭിധീയതേ, കർമ്മഫലത്യാഗിയാകുന്ന അവൻ ശരിയായ ത്യാഗി എന്ന് പറയപ്പെടുന്നു. ശരിയായ ത്യാഗി എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നവനല്ല, കർമ്മത്തിലുള്ള ഫലത്തെ ഉപേക്ഷിക്കുന്നവനാ. നീ യുദ്ധത്തിന് മുൻപ് തന്നെ കർമ്മഫലത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്റെ സംസാരം അതായിരുന്നു. പിന്നെ നീ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുകയും ചെയ്തു, അതേ സമയത്ത് നിന്നിൽ ഞാൻ ദുഃഖവും കണ്ടു എന്ന് പറയും. തുടർന്ന് പറയുന്നു ഭഗവാൻ, അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഭവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത്. ഈ ശ്ലോകങ്ങളൊക്കെ ഗീതയുടെ താത്പര്യത്തെ പറയുന്നതാണ്. അല്ലെങ്കിൽ ഭഗവാൻ എവിടെ നിലകൊള്ളുന്നു എന്നുള്ളത് ഭഗവാൻ അർജുനന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നതാണ്. ഗീതയുടെ കാച്ചി കുറുക്കിയെടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് ഇതൊക്കെ വളരെ വേഗത്തിൽ മനസ്സിലാവും ഇത്ര ശ്രവിച്ചതുകൊണ്ട്. പറയണോ ഭഗവാൻ, അനിഷ്ടം ഇഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഃ ഫലം ഭവതി അത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത്. കർമ്മണഃ കർമ്മത്തിന് ഇഷ്ടം അനിഷ്ടം മിശ്രം. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അനുകൂലം, ഇഷ്ടമായിട്ടുള്ള, അനിഷ്ടം പ്രതികൂലം, മിശ്രം ഇതിന്റെ ചേർച്ച. തരക്കേടില്ല അല്ലേ, ഇതാണ് മിശ്രം. ഒന്നിനെ കുറിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? എങ്ങനെ നന്നായിരുന്നു ഇല്ലേ? നന്നായിരുന്നു എന്നില്ല, വളരെ മോശമായിരുന്നു എന്നും പറയാൻ പറ്റില്ല. തരക്കേടില്ല എന്ന് പറയുമ്പം അത് മിശ്രമാണ്. തരക്കേടില്ല എന്നുള്ളത് ശരിക്കും നല്ലത് എന്നുള്ളതാണ് അല്ലേ? എന്തോ നമ്മൾ അങ്ങനെ മിശ്രമായിട്ടാണല്ലോ അതിനെ ഉപയോഗിക്കുന്നത്. കുഴപ്പമില്ല, അതാണ് മിശ്രം ച. ഇങ്ങനെ ത്രിവിധം ഫലം 3 തരത്തിലാണ്. അപ്പം 3 തരത്തില് ഭഗവാൻ പറയുന്നു. നമ്മൾ ഇതുവരെ 2 തരമാണ് പരിശോധിച്ചു വന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയത്. ഒന്ന് അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലം. ഭഗവാൻ ഇവിടെ ഒന്നും കൂടെ പറയുന്നു. എന്താണ്? മിശ്രം. ഒന്ന് ഹായ് എന്ന്, ഒന്ന് ഹൂയ് എന്ന്, ഒന്നിങ്ങനെ രണ്ടിന്റെയും ഇടയിലുള്ള ഒന്ന്. ത്രിവിധം ഫലം, 3 തരം പ്രയോജനം. അത്യാഗിനാം എന്ന് പറഞ്ഞാൽ ത്യാഗികളല്ലാത്തവര് പ്രേത്യ എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിലെ ഒരു വാക്കാണ് പ്രേത്യ, പ്രാപിച്ചിട്ട്. പ്രേത്യ എന്ന് പറയുമ്പം ശരീരത്തിന്റെ ത്യാഗത്തിന് ശേഷം എന്നും ഒരു അനുഭവത്തിൽ നിന്ന് വേറൊരു അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നിട്ട് എന്നൊക്കെയാണ് പ്രേത്യ, പ്രാപിച്ചിട്ട്. അപ്പൊ ജന്മാന്തരത്തില് അങ്ങനെയൊക്കെ അർത്ഥം പറയുന്നു. പരലോകത്ത് എന്നൊക്കെ പറയും. പ്രേത്യ ഭവതി, ഉണ്ടാകുന്നു. ഈ 3 തരത്തില് കർമ്മഫലങ്ങൾ ഒരുവൻ 3 തരത്തിലാണ് അവന് കർമ്മഫലം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ 3 പ്രകാരത്തിൽ അവൻ ഈ ലോകത്തെ അനുഭവിക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സന്യാസിനാം തു, എന്നാൽ സന്യാസികളാകട്ടെ ക്വചിത് ന ഭവതി, ഒരിടത്തും അവന് ഈ 3 ഇല്ല എന്ന് പറയാം.
ഭഗവാന്റെ നിലനിൽപ്പ് പറയാം. എനിക്ക് അനുകൂലമോ പ്രതികൂലമോ മിശ്രമോ ഇല്ല. ഇത് അർജുനനെ സംബന്ധിക്കുന്നതാ, അനുകൂലവും പ്രതികൂലവും മിശ്രവും. അതുകൊണ്ടാണല്ലോ അർജുനൻ പറഞ്ഞിട്ടുള്ള ആദ്യ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് എടുത്ത് പരിശോധിക്കാവുന്നതാ. അർജുനൻ എന്താ പറഞ്ഞത്? അർജുനൻ പറഞ്ഞു, ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ ഞാൻ യുദ്ധം ചെയ്യുന്നത് അവരൊക്കെ ഇതാ പ്രാണനെ ഉപേക്ഷിച്ച് ഇവിടെ നിൽക്കുന്നു. പിന്നെ ഞാൻ എങ്ങനെ ഇത് അനുഭവിക്കും? ആരൊക്കെയാണോ ഇത് അനുഭവിക്കേണ്ടത് അവരൊക്കെ ഇതാ പ്രാണനെ ത്യജിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നു ഭഗവാന്. ശരിയല്ലേ? നമ്മളും പറയാറില്ല ഇത്? ഞാൻ ആർക്ക് വേണ്ടിയായി കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്കൊന്നും വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. അപ്പൊ അർജുനനെ സംബന്ധിച്ച് എന്താണ് അർജുനൻ പറയുന്നത്? അതായത് ഒരു ലോകം, അതായത് അർജുനൻ പറയുന്നു, അർജുനൻ രാജ്യം കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ രാജാവായി സിംഹാസനത്തിൽ ഇരിക്കുമ്പം അർജുനനെ വന്ന് നമിക്കാനും സ്തുതി പാടാനും സ്തുതിപാഠകന്മാരൊക്കെ ഇല്ലെങ്കിൽ എന്ത് കാര്യം? ഇല്ലേ? ഇത് കാണാൻ ഒരാൾ വേണ്ടേ? ഇത് കാണാനും പുകഴ്ത്താനും. അതായത് ശത്രു, എനിക്ക് എന്റെ ശത്രു എന്ന് പറയുന്നത് തന്നെ ഞാൻ സൃഷ്ടിക്കുന്നതാണ്. എനിക്കത് വേണം. അതും കൂടെ ഇല്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താ? അതുകൊണ്ട് ഇത് ശരിക്കും മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ഈ ഒരു കാര്യം. അപ്പൊ അർജുനൻ എന്താ, നമ്മളും ഇതൊക്കെ തന്നെയാണ്, നമ്മളും ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ ആ വീടുണ്ടാക്കുന്നത് തന്നെ എന്തിനാ? കുറച്ച് ആളുകളെ കാണണം, പിന്നെ മറ്റുള്ളവര് അത് കണ്ട അഭിപ്രായം പറയണം. ആരും ഇല്ലാത്ത ഒരാൾ വലിയ വീടൊക്കെ ഉണ്ടാക്കുമോ? ഒരാളുമില്ല. എന്നാൽ അങ്ങനെയുണ്ട് ചിലർ. കല്യാണവും കഴിച്ചിട്ടില്ല, കുട്ടികളും ഇല്ല, ഒന്നുമില്ല, എന്നാലും അദ്ദേഹം വലിയൊരു വീടുണ്ടാക്കും. എന്തിനാ? എല്ലാവരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് ഒരു വീടുണ്ടാക്കുക? ഒരു വിജനമായ ഒരു മരുഭൂമിയിൽ, ഒരു പ്രദേശത്തിൽ ഇല്ല. കാരണം അവിടെ ഇത് കാണാനൊന്നും ആരും ഇല്ല എന്ന് പറയാം. കാണാൻ ആളില്ലാത്തതുകൊണ്ട് അവിടെ ഉണ്ടാക്കില്ല. അപ്പൊ അർജുനൻ ഈ ഒരു പ്രശ്നമുണ്ട്. ഏത് പ്രശ്നം? ഞാൻ വിജയം വരിച്ചു കഴിഞ്ഞാൽ ഇത് അനുഭവിക്കാൻ കുറച്ച് ആളുകൾ വേണം. അപ്പൊ അവരൊന്നുമില്ലാതെ ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ട് ഭഗവാന്റെ നിലപാട് വ്യക്തമാക്കി. എനിക്ക് അനുകൂലമോ പ്രതികൂലമോ മിശ്രമോ ഇത് മൂന്നും സന്യാസി എന്ന ഭാവത്തിൽ, ഭഗവാന്റെ അഭിപ്രായം വിട്ടിട്ട് ഭഗവാൻ പറയുന്നത് സന്യാസിയെ സംബന്ധിച്ച് ഇത് മൂന്നും ഇഹത്തിലുമില്ല പരത്തിലുമില്ല. ഇവിടെയുമില്ല അവിടെയുമില്ല. ഇവിടെയില്ലെങ്കിൽ പിന്നെ അവിടെ എന്തിനാ? ഇതൊക്കെയാണ് ഗീത അവസാനമായിട്ട് ഭഗവാൻ അർജുനന് ഒന്ന് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതുവരെ പറഞ്ഞതിനെ സംഗ്രഹിച്ച് അവതരിപ്പിക്കുകയാണ്.